പറയുന്നത് ചരിത്രത്തെക്കുറിച്ചുള്ള അവബോധമാണ്, എന്നിട്ട് ആ മാർഗത്തിലുള്ള പ്രവേശനവുമാണ്. ഹിദായത്ത് ഉണ്ടാകണമെങ്കിൽ ചരിത്രാവബോധം അത്യാവശ്യമാണ്. ഹിദായത്തിനെ അല്ലാഹു തആല സ്ഥാപിച്ചിട്ടുള്ളതും അങ്ങനെയാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞ ഉടനെ അടുത്ത വാക്ക് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്നാണ്. അതിന് എസൻസ് ഓഫ് ദി ഹിസ്റ്ററി എന്ന് പറയാം. ചരിത്രത്തിൻ്റെ ഒരു എസൻസാണ് ആ വാക്ക്, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. എല്ലാ നല്ല ചരിത്രങ്ങളുടെയും മധ്യമാണത്. അത് മനുഷ്യന് ഹിദായത്ത് ലഭിക്കാൻ പ്രധാനപ്പെട്ട കാരണമാണ്. ഖുർആൻ എന്ന് പറയുന്നതും സത്യത്തിൽ ഖുർആനിൻ്റെ തസ്കിയത്ത് കൊണ്ടുവരുന്നത് ചരിത്രത്തിലൂടെയാണ്. ഖുർആനിലെ 1/3 ചരിത്രമാണ്. എന്നാൽ ഒരു ചരിത്ര ഗ്രന്ഥമാണോ ഖുർആൻ? പിന്നെ ചരിത്രത്തെ ഖുർആൻ കൊണ്ടുവരുന്നത് എന്താണ്? അതിലൂടെ ഉള്ള ഒരു തസ്കിയത്താണ്. അതായത് സംശുദ്ധരായ ഒരു ജനതയെക്കുറിച്ചുള്ള പാഠം ഒരു ജനത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുക. ആ പാഠത്തിൽ നിന്ന് ഒരു ശുദ്ധമായ മാനസികാവസ്ഥയും ധാരണയും അതിലേക്കുള്ള ഒരു സ്വാംശീകരണവും അവരിൽ ജനിപ്പിക്കുക. എന്നിട്ട് അവരെ പോലെ ആകാൻ ഉപദേശിക്കുക. ഇതിനെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചരിത്രാവബോധം എന്ന് പറയുന്നത്. ഖുർആനിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് ആദ്യമായി വേണ്ടതും ചരിത്രാവബോധമാണ്. പിന്നെയും കാരണമുണ്ട്. ഖുർആൻ ആദ്യത്തെ വേദഗ്രന്ഥവുമല്ല. ഖുർആൻ മറ്റു 3 വേദഗ്രന്ഥത്തിൻ്റെ കൂടി പൂർത്തീകരണമാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്നാണ്. അപ്പോൾ മറ്റു 3 വേദഗ്രന്ഥങ്ങളുടെയും ചരിത്രം പഠിക്കലും വളരെ ആവശ്യമാണ്. അതിൻ്റെ ഒരു ഭാഗം 4000 കൊല്ലത്തിനിപ്പുറമാണ് മനുഷ്യ സമൂഹത്തിൻ്റെ വളരെ ഗൗരവമായ ചില കാര്യങ്ങൾ കിടക്കുന്നത്. അതിനപ്പുറം ചരിത്രം ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല. പക്ഷേ മാനവ സമൂഹത്തിൻ്റെ ഉത്ഥാനതകളിൽ ഈ 4000 കൊല്ലത്തിനിടയിലുള്ള വന്ന കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. മാനവകുലത്തിന് 2ാമത്തെ ഒരു പിതാവുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട സയ്യിദ്ന ഇബ്രാഹിം. ആ ഇബ്രാഹിമി കുലത്തിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിന് 2ാം ഭാഗമാണ് എന്ന് പറയുന്നത്. അതോടുകൂടെ വേദഗ്രന്ഥത്തിൻ്റെ ചരിത്രപരമായ ഒരു ബേസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇനി നമ്മുടെ ചരിത്ര സ്പർശം ആരംഭിക്കുകയാണ്. ഞാനതിന് ഒരു പുതിയ പേര് കൂടി കൊണ്ടുവന്നു. അതെൻ്റേത് മാത്രമായ ഒരു പേരാകാം. പക്ഷേ ചരിത്രം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ പറയാൻ തോന്നും, ശരിയാണ്, ഇത് ലോക സ്വാതന്ത്ര്യ ദിനമാണ് എന്ന്. ഇത് പഠിക്കാതെ ആകട്ടെ നമ്മൾ ഖുർആന്റെ വിദ്യാർത്ഥികളാവുകയും ഇല്ല. ഇത് പഠിക്കൽ ആവശ്യമാണ്. ഇതൊന്നും എനിക്കറിയേണ്ടതില്ല എന്ന് ധരിക്കരുത്. നിനക്കറിയേണ്ടതാ അല്ലാതെ ഒന്നുമില്ല. കാരണം നീ ഖുർആന്റെ വാഹകനാണ്. ഖുർആന്റെ വാഹകൻ എല്ലാത്തിൻ്റെയും ഉടമക്കാരനാണ്. ഇത് വളരെ ഗൗരവമായി നാം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. മുഹറത്തിൽ ഇത് പഠിക്കുന്നതിന് വലിയ പ്രാധാന്യവുമുണ്ട്. ഇത് മുഹറവുമായിട്ടാണ് ലോക ചരിത്രത്തിന് ചരിത്രപ്പറ്റുള്ള ഇന്ന് നിലനിൽക്കുന്ന സകല മാനവ സംസ്കൃതിയുടെയും ചരിത്രം 2 മാസങ്ങളിൽ ഒടുങ്ങും. ഒന്ന് ദുൽഹിജ്ജ, ഒന്ന് ഇബ്രാഹിമിന് 2 മക്കൾ, ഒന്ന് ഇസ്മായിൽ, ഒന്ന് ഇസ്ഹാഖ്. ഇസ്മായിലിന്റെ മാസം ദുൽഹിജ്ജ, ഇസ്ഹാഖിന്റെ മാസം. ആ 2 വഴികളിലൂടെയാണ് ലോക ചരിത്രം വന്നിട്ടുള്ളത്. 2 പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ഹജ്ജിന്റെ ചരിത്രമാണ്, ഒന്ന് മാനവമോചനത്തിന്റെ ചരിത്രമാണ്. മാനവമോചനത്തിന്റെ ചരിത്രമാണ് മുഹറം. അന്നാണ് നമുക്കും മോചനമായത്. നമ്മുടെ മോചനവുമാണ് മുഹറത്തിന്റെ പ്രതീകം. നമുക്കും അങ്ങനെയുണ്ട്. നമുക്കും ഇത് വിമോചനം തന്നെയാണ്. ഹിജ്റ മാസത്തിലെ ആദ്യത്തെ മാസമാണ് മുഹറം. ഹിജ്റ വിമോചനമാണ്. ഹിജ്റ ഇല്ലായിരുന്നുവെങ്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. മുഹമ്മദ് നബി പോലും ഒരിക്കൽ പറഞ്ഞു, ഞാൻ മക്കയിൽ ജനിച്ചത് ഹിജ്റയുള്ളത് കൊണ്ടാണ് എന്ന്.
ഞാൻ ജനിക്കേണ്ടത് മദീനയിലായിരുന്നു എന്ന് പോലും അവിടെ നിന്നൊരിക്കൽ പറയുകയുണ്ടായി. അപ്പോൾ ഹിജ്റ എന്ന ലോകപ്രധാനമായ ഒരു കാര്യം എനിക്ക് നിർവഹിക്കാനുള്ളത് കൊണ്ട് ഞാൻ മക്കയിൽ ജനിച്ചതാണ്. ലൗലൽ ഹിജ്റതു ലകുൻതു റജുലൻ മിനൽ അൻസാർ. ഹിജ്റ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ മദീനയിൽ ജനിക്കേണ്ടവനായിരുന്നു എന്ന് സാരം. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ വിമോചനമാണ്. വലിയ ഒരു സന്ദർഭത്തിലാണ് നാം ഇന്ന് നിലകൊള്ളുന്നത്. അപ്പൊ അതിനെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. മുഹറത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, മുഹറം എന്ന് പറയുന്നത് മൂസ നബിയുമായി ബന്ധപ്പെട്ടതാണ്. മൂസ നബിയെ പഠിക്കാതിരിക്കാൻ നിർവാഹമില്ല. മൂസ നബിയുമായി കറങ്ങുകയാണ് ഇസ്രായേലി ചരിത്രം. ഇസ്രായേലി ചരിത്രം വിശുദ്ധ ഖുർആനിൽ 136 സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കും. ഒന്നും കൂടെ പറയാം. മുഹറത്തിന്റെ ചരിത്രം മൂസ നബിയുമായി ബന്ധപ്പെട്ടതാണ് അലൈഹിസ്സലാം. മൂസ നബിയുടെ ചരിത്രം ഇസ്രായേലി ചരിത്രമാണ്. ഇസ്രായേലി ചരിത്രമാകട്ടെ വിശുദ്ധ ഖുർആനിൽ 136 സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കും. അതുകൊണ്ട് അതൊന്നും ഞാൻ അറിയേണ്ടതില്ല എന്ന് ധരിക്കാൻ പാടില്ല. ഖുർആൻ എന്നത് പരമാവധി വാക്കുകൾ കുറച്ച ഒരു വേദഗ്രന്ഥമാണ്. എന്നിട്ടും ആ വേദഗ്രന്ഥത്തിൽ 136 തവണയാണ് ഇസ്രായേലി ചരിത്രം പറഞ്ഞിട്ടുള്ളത്. രണ്ടാമതായി, ഇസ്രായേലിനെ അവഗണിച്ച് ലോകത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുമില്ല. കാരണം ഇന്ന് ജീവിക്കുന്ന മനുഷ്യരിൽ വലിയ സമൂഹവും ഇസ്രായേലികളാണ്. മുസ്ലിമീങ്ങൾ തന്നെ ഇസ്രായേലികളാണ്. അവരുടെ രക്തസംബന്ധമായ അവരുടെ അടിത്തറ ഇസ്രായേലിനോട് ബന്ധപ്പെട്ടതാണ്. മനസ്സിലാക്കണം. ഇസ്രായേൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ദി ജൂസ്, ജൂതന്മാർ എന്ന് മാത്രം ധരിക്കരുത്. ഇസ്രായേൽ എന്നത് യാക്കോബിന്റെ ഓമന പേരാണ്. യാക്കോബ് ഇസ്ഹാഖിന്റെ പുത്രനാണ്, അഥവാ ഇബ്രാഹിമിന്റെ പൗത്രനാണ്. ഇബ്രാഹിമിന്റെ പുത്രൻ അലൈഹിസ്സലാം. ഇസ്ഹാഖിന്റെ മകനാണ് യാക്കൂബ്. യാക്കൂബിന്റെ ഓമനനാമം എന്ന് പറഞ്ഞാൽ നമ്മളെ മൽപ്പറഞ്ഞിലൊക്കെ ഉണ്ടാവാറുള്ള ഒരു രണ്ടാം പേര്, വീടുകളിലൊക്കെ വിളിക്കുന്ന ഒരു സൗന്ദര്യനാമം. മൂസ നബിയുടെ ചരിത്രം ലോക ചരിത്രമാണ്. വലിയ പാഠമുള്ള ചരിത്രമാണ് മൂസ നബിയുടെ ചരിത്രം. മാത്രമല്ല മൂസ നബി ആദ്യമായി വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുമാണ്. അപ്പൊ അത് പഠിക്കൽ നിർബന്ധമാണ്. അതിനിടയ്ക്ക് ഞാനൊരു വാക്ക് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചില്ല. ഇസ്രായേലി ചരിത്രമാണ് മൂസ നബിയുടെ ചരിത്രം. ലോകത്ത് ഇന്ന് ജീവിക്കുന്നതിൽ വലിയ വിഭാഗവും ഇസ്രായേലികളാണ്, അറബികളടക്കം. അറബികളിൽ വലിയ ഒരു ശതമാനവും അറബികളല്ല, മുസ്തഅറബാണ്, അറബികളാക്കപ്പെട്ടവരാണ്. അവരുടെ പിതൃത്വം യാക്കൂബിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് പലരുടെയും. ഖാലിസായ അറബികൾ തുലോം കുറവാണ്. അപ്പോൾ അറബികൾ, ക്രിസ്ത്യൻസ്, ജൂസ് എല്ലാം അടങ്ങുന്ന ഒരു വലിയ ജനതയുടെ പിതാവാണ് യാക്കൂബ്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുമ്പോഴത്തേന് നിങ്ങൾ വേഗം ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ കുറിച്ചല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇസ്രായേൽ എന്നത് യാക്കൂബ് നബിയുടെ ഉമ്മന പേരാണ്. ഇത് പഠിച്ചാലേ ഖുർആൻ പഠിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഖുർആനിന്റെ ഹിസ്റ്റോറിക്കൽ ബേസ് ആണിത്. കാരണം ഖുർആനിന്റെ മുമ്പ് ആദ്യത്തെ വേദഗ്രന്ഥവും ഇസ്രായേലിനാണ്. അല്ല, 3 വേദഗ്രന്ഥവും ഇസ്രായേലിനാണ്. ഒരു വേദഗ്രന്ഥം മാത്രമാണ് അറബികൾക്ക്. അതുവഴി ലോകത്തിന്. ഇബ്രാഹിമിന് ശേഷം ചരിത്രത്തിൽ BC-യിൽ 3 ഘട്ടവും AD-യിൽ 1 ഘട്ടവുമാണ്. ഇബ്രാഹിമിന് ശേഷം മൂസ ഘട്ടം, അത് BC 1600 പരിസരമാണ്. പ്രധാന അനുമാനം അല്ലാന്ന് അഭിപ്രായമുണ്ട്. രണ്ടാം ഘട്ടം ദാവൂദി ഘട്ടമാണ്. അത് BC 1050 മുതൽ BC 923 വരെയാണ്. 923-ൽ BC 923-ൽ ഫലസ്തീനിലെ പള്ളിയിൽ സുലൈമാൻ മരിച്ചുപോയി. കൃത്യമാണ്. രണ്ടാം ഘട്ടം. മൂന്നാം ഘട്ടം ഈസവി ഘട്ടമാണ്. പിന്നെ ഒരു നവജനറേഷൻ വരുന്നത് AD 7-ാം നൂറ്റാണ്ടിലാണ്. ആരുടെ കാലത്ത്? സയ്യിദുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിമിന് ശേഷം ലോകത്തെ നവോത്ഥാനത്തിന് 4 ഘട്ടമാണ്. BC-യോട്, അതായത് ക്രിസ്തുവിന് മുമ്പ് 2, പിന്നെ ക്രിസ്തു, പിന്നെ മുഹമ്മദ് നബി.
അപ്പോൾ ഇതിന്റെ മുഴുവനും അടിത്തറയുടെ ഒന്നാം ഘട്ടമാണ് ആരുടെ ഘട്ടം? മൂസ ഘട്ടം. സുഹഫി ഇബ്രാഹിമ വ മൂസ, വലിയ വാക്കാണത്. ഇബ്രാഹിമി കഴിഞ്ഞാൽ പിന്നെ ചരിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ആര് മുതൽ തുടങ്ങും? മൂസ. ആ സമൂഹത്തിന്റെ, ഇസ്രായേലി സമൂഹത്തിന്റെ ചരിത്രം ഖുർആൻ വളരെ ഗൗരവമായി പറയുന്നുമുണ്ട്. അതുകൊണ്ട് ഖുർആനിക ചരിത്രത്തിന് ഈ ചരിത്രം പഠിക്കൽ വളരെ നിർബന്ധമാണ്. ഇത് അറിഞ്ഞേ മതിയാകൂ. അതുകൊണ്ടാണ് ആദ്യത്തെ അറബി മാസം മുഹറമാണ്. മുഹറത്തെ തന്നെ തുടങ്ങുന്നത് ഇസ്രായേലി ഓർമ്മയും കൊണ്ടാണ്. അല്ല, നിങ്ങൾ കണ്ടില്ലേ, അൽ ബഖറ തുടങ്ങുന്നത് തന്നെ, ചരിത്രത്തിലേക്ക് ഇറങ്ങുന്നത് ഇസ്രായേലിനെ പറഞ്ഞുകൊണ്ടാണ്. അൽ ബഖറ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ആദ്യമായി തിരിച്ചറിയാത്ത ഒരായത്ത്, പിന്നെ മുഅ്മിനീങ്ങളെ കുറിച്ച് 4 ആയത്ത്, പിന്നെ കുഫറിനെ കുറിച്ച് 2 ആയത്ത്, പിന്നെ മുനാഫിഖിനെ കുറിച്ച് 13 ആയത്ത്. അപ്പോൾ 20 ആയി. ഒന്നുകൂടി പറയാം. അൽ ബഖറ പേരു തന്നെ ഇസ്രായേലിനെ കുറിക്കുന്നു. കാരണം ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ദൈവം പശുവാണ്. ഈ ചരിത്രവും ഇന്ത്യയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഇന്ത്യയിലും പ്രധാനപ്പെട്ട ദൈവം പശുവാണ്. കൃഷ്ണൻ പോലും മഹാനായത് ഗോക്കളെ പാലിച്ചത് കൊണ്ടാണ്. ഗോപാലൻ. ഭയങ്കര ബന്ധമുണ്ട് നമ്മുടെ നാടുമായി. BC 1600 എന്താണോ ഈജിപ്തിലെ പ്രശ്നം, അതാണ് ഇന്ന് ഇന്ത്യയിൽ വളരുന്ന വർഗീയതയുടെ ചിത്രം. മുദ്രാവാക്യം ഒന്ന്, സ്റ്റേറ്റിന്റെ താല്പര്യം അന്നും ഇന്നും ഒന്ന്, ജോഗ്രഫിക്കലായി തന്നെ ഒന്ന് എന്നും ചിലപ്പോഴെനിക്ക് തോന്നാറുണ്ട്. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ചീർപ്പിച്ച ആഫ്രിക്കയാണ്. ഇന്ത്യയെ ഒന്ന് വെള്ളത്തിലിട്ട് ചീർത്താൽ അതാണ് ആഫ്രിക്ക. മാപ്പൊന്ന് ചിന്തിച്ചു നോക്കൂ, അതന്നെയാണ്. അപ്പൊ ഈ ചരിത്രത്തിന് വലിയ ബന്ധം നമ്മുടെ നാടുമായുണ്ട്. അൽ ബഖറ ഞാൻ പരിചയപ്പെടുത്താം. ആദ്യം തിരിച്ചറിയാത്തൊരായത് അലിഫ് ലാം മീം. പിന്നെ മുഅ്മിനീങ്ങളെ കുറിച്ച് അലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. അൽ ബഖറ ഞാൻ പരിചയപ്പെടുത്തി തരാം. അൽ ബഖറ തിരിച്ചറിയാത്ത ഒരായത്ത്, പിന്നെ മുഅ്മിനീങ്ങളെ കുറിച്ച് 4 ആയത്ത്, പിന്നെ ഖാലിസായ കുഫറിനെ കുറിച്ച് 2 ആയത്ത്. ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുമിനൂൻ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം. അത് കഴിഞ്ഞിട്ട് വമിനൻ നാസി മൻ യഖൂലു ആമന്ന ബില്ലാഹ്. മുനാഫിഖുകൾ 13 ആയത്ത്. തിരിച്ചറിയാത്തൊരായത്ത് 4, 4 1 5, 5 2 7, 7 13 20 കഴിഞ്ഞു. 21-ാമത്തെ ആയത്ത് യാ അയ്യുഹന്നാസു അബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സ് അല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ. പിന്നെ പ്രകൃതിയിലെ സൗന്ദര്യങ്ങൾ, വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്ത് എന്നൊക്കെ പറയുന്ന പ്രകൃതി സൗന്ദര്യം. അത് കഴിഞ്ഞിട്ട് വഇദ ഖറബക ലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. പിന്നെ അതിലൂടെ കുറച്ചാണ് പോവും. പിന്നെ എന്ത് പറഞ്ഞു? പിന്നെ ആദമിനെ വിജ്ഞാനം പഠിപ്പിച്ചത് പറയും. പിന്നെ യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ ഹൈതു ശിഅ്തുമാ റഗദൻ വലാ തഖറബ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് പറയും? ഖുൽ നഹ്ബിതു മിൻഹാ ജമിഅ, പുറത്താകി എന്ന് പറയും. അതോടുകൂടെ ആ ഘട്ടവും കഴിഞ്ഞു. അടുത്ത ഘട്ടം യാ ബനി ഇസ്രാഈൽ അദ്കുറു നിഅമതി അല്ലതി അൻഅംത അലൈക്കും. ചരിത്രം എന്ന നിലയിൽ ഖുർആൻ ആദ്യം മുന്നോട്ട് വെച്ചത് ഇസ്രായേലി ചരിത്രമാണ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കുന്ന ഒരാൾ ഇസ്രായേലി ചരിത്രം പഠിച്ചേ മതിയാകും. മനസ്സിലായോ? ഇനി പിഴക്കരുത്. മനസ്സിലായില്ലേ? എനിക്കത് അറിയൂല എന്ന് പറയരുത്. കാരണം ഇതിന്റെ മുഴുവനും അടിത്തറ ഇതാണ്. ഇത് മനസ്സിലാക്കിയാൽ മതിയോ? മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, മുഴുവനും ലോക ചരിത്രവുമായി ഇതിന് വലിയ ബന്ധമുണ്ട്. വിമോചനം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഹറം തുടങ്ങിയത് തന്നെ. أعوذ بالله من الشيطان الرجيم بسم
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ سُوءَ الْعَذَابِ يُذَبِّحُونَ أَبْنَاءَكُمْ وَيَسْتَحْيُونَ نِسَاءَكُمْ وَفِي ذَلِكُمْ بَلَاءٌ مِّن رَّبِّكُمْ عَظِيمٌ وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنْجَيْنَاكُمْ وَأَغْرَقْنَا آلَ فِرْعَوْنَ وَأَنْتُمْ تَنْظُرُونَ അൽ-ബഖറ 49-50. ഇത് മുഹറത്തിന്റെ ചരിത്രമാണ്, അല്ല ഇസ്രായേലി ചരിത്രമാണ്, അല്ല അത് ലോകത്തിന്റെ തന്നെ ചരിത്രമാണ്. ഞാനിനി അതുകൊണ്ട് ഇങ്ങനെ വരച്ച് കാണിക്കാം. മുഴുവനും കൂടി പറഞ്ഞാൽ തീരില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നെങ്കിലും അറിഞ്ഞാലും ചരിത്ര കുതുകികൾക്ക് അത് ബാക്കി പഠിക്കാൻ തോന്നിയേക്കും. വളരെ മനസ്സിലാക്കുകയും വേണം. ഹിദായത്തിന്റെ മാർഗം ചരിത്രത്തിന്റെ മാർഗമാണ്. ചരിത്രം ഉൾക്കൊണ്ടാലല്ലാതെ ഹിദായത്ത് ലഭിക്കാൻ സാധ്യതയില്ല. അതാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് കടക്കാം. നല്ല പോലെ ചിന്തിക്കുക. ലോകത്തെ ആദിമ നാഗരികതകൾ 3 ഒന്ന് മെസോപ്പൊട്ടോമിയൻ നാഗരികത, ഒന്ന് നൈൽ നദീതട നാഗരികത, 3 സൈന്ധവ നാഗരികത. ലോകത്തെ പ്രധാനപ്പെട്ട നദീതട നാഗരികതകൾ പ്രധാനപ്പെട്ടത് 3 മെസോപ്പൊട്ടോമിയൻ നാഗരികത യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും മധ്യത്തിലാണ്, അഥവാ ഇറാഖിലാണ്. അവിടെയാണ് ആദ്യത്തെ റസൂൽ വന്നത്. ആദ്യത്തെ റസൂൽ നൂഹാണ്. നൂഹിന് മുമ്പ് പ്രവാചകന്മാരുണ്ടെങ്കിലും പ്രവാചകന്മാർ മാത്രമാണ്, മുർസലീങ്ങൾ അല്ല. അക്രമികൾക്കിടയിലുള്ള ദൈവികമായ ഇടപെടലുകളാണ് മുർസലീങ്ങൾ. പ്രവാചകന്മാർ അങ്ങനെയല്ല. പ്രവാചകന്മാർ ജനങ്ങൾക്ക് മാതൃകയായി ഇങ്ങനെ വെറുതെ ജീവിച്ചു പോകുമെന്ന് മാത്രം. പ്രബോധനം നിർബന്ധമില്ല. അക്രമികൾ അധികരിക്കുമ്പോൾ ദൈവികമായ ഇടപെടലുകളാണ് എന്ത്? മുർസലീങ്ങൾ. അതിനിടയിൽ ആര് വരും? അക്രമികൾ ഉണ്ടായാലും ഇല്ലേലും ആര് വരും? പ്രവാചകന്മാരിങ്ങനെ വരും. അത് ചരിത്രത്തിൽ ഏതുപോലെ അനുകരിക്കാവുന്ന മാതൃകകളായി അവർ സമൂഹത്തിന് മുന്നിൽ നിലനിൽക്കും. അവർക്ക് പ്രബോധനം എന്ന ബാധ്യത ഇല്ല. പ്രധാന പക്ഷം അല്ല, അവരുടെ പ്രബോധനം തന്നെ അവരുടെ ലൈഫാണ്. അവരെ കണ്ട് ജനങ്ങൾ ഇങ്ങനെ അനുകരിക്കും. അങ്ങനെ ഒരു പ്രശ്നമൊന്നും നൂഹിന് മുമ്പ് ഇല്ല. ആദം റസൂലല്ല. കാരണം ദൈവികമായ ഒരു ഇടപെടലിന്റെ ആവശ്യം അപ്പോൾ ഇല്ല. ഒരു ബാപ്പയും പറഞ്ഞാൽ കേൾക്കാവുന്നിടത്തോളം മക്കളും. അതിലൊരു മുടിയനായ പുത്രൻ ഉണ്ടായി, അത് സ്വാഭാവികവുമാണ്. അതുകൊണ്ട് ആദം റസൂലല്ല, ഷീദ് റസൂലല്ല, ഇദ്രീസ് റസൂലല്ല. ആദ്യത്തെ റസൂൽ നൂഹാണ്. നൂഹിനെയും പിന്നെയും പ്രത്യേകതയുണ്ട്. നൂഹ് ആദ്യത്തെ ഉലുൽ അസ്മാണ്, ആദ്യത്തെ സ്വാഹിബു ശരീഅത്താണ്. ശറഅ ലക്കും മിനദ്ദീനി മാ വസ്വ ബിഹി നൂഹൻ. ആദ്യത്തെ ശരീഅത്ത് ലോകത്ത് ഏൽപ്പിക്കപ്പെട്ടത് നൂഹിനാണ് അലൈഹിസ്സലാം. അതായത് ഒരു സൊസൈറ്റി എന്ന നിലയിൽ വ്യക്തമായ നിയമനിർദ്ദേശങ്ങൾക്കാണ് ശരീഅത്ത് എന്ന് പറയുക. ജനം ഒരു സൊസൈറ്റിയായി രൂപപ്പെട്ടു വന്നത് നൂഹ് നബിയുടെ കാലഘട്ടത്തിലാണ്. ആദ്യത്തെ നാഗരികത അത് BC 7000-ലാണെന്നും BC 5000-ന്റെയും 6000-ന്റെയും ഇടയിലാണെന്നും ചരിത്രാനുമാനം. BC 7000-ലാണെന്ന് വരുമ്പോൾ നമ്മുടെയും 9000 കൊല്ലങ്ങൾക്ക് മുമ്പ്. BC 5000-ന്റെയും 6000-ന്റെയും ഇടയിലാണെന്ന് വരുമ്പോൾ നമ്മുടെ ഏകദേശം 7000-ന്റെയും 8000-ന്റെയും ഇടയില്. ഇങ്ങനെയാണ്. അവിടെയാണ് സയ്യിദുന നൂഹ് വന്നത്. ആ മണ്ണ് ഇറാഖാണ്. ലോകത്തെ ആദ്യത്തെ റസൂൽ ഇറാഖിയാണ്. ലോകത്തെ ആദ്യത്തെ ശരീഅത്ത് ഇറാഖിലേക്കാണ്. ലോകത്താദ്യമായി നിയമം നൽകിയത് ഇറാഖിനാണ്. ലോകത്താദ്യമായി അള്ളാഹു ശിക്ഷിച്ച ജനതയും ഇറാഖികളാണ്. റസൂലിനൊരു പ്രത്യേകത ഉണ്ട്. റസൂൽ വന്നാൽ ഒന്നിരിക്കൽ അംഗീകരിക്കണം, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും. ഉറപ്പ്. റസൂൽ വന്നിട്ട് ശിക്ഷിക്കപ്പെടാത്ത പോയ ഒരു ജനതയും ഇല്ല. ആദ്യത്തെ റസൂൽ നൂഹാണ്. ആദ്യമായി അള്ളാഹു ശിക്ഷിച്ച ജനതയും മെസോപ്പൊട്ടോമിയൻ ജനതയാണ്, ഖൗമു നൂഹാണ്. അതാണ് 1-ാം ഘട്ടം. അവിടെ സയ്യിദുന നൂഹ് 950 കൊല്ലം പ്രബോധനം ചെയ്തിട്ടുണ്ട്. നൂഹിന് 1000 ആണെന്നും 1010 അഭിപ്രായമുണ്ട് വയസ്സ്. പ്രബോധനത്തിന് മുമ്പ് 50, പ്രബോധനത്തിൽ 950, കഴിഞ്ഞിട്ട് 10. ഇതാണ് പ്രധാനപ്പെട്ട ചരിത്രപക്ഷം. അപ്പോൾ 1010 ഒരഭിപ്രായം. നുബുവത്തിന് മുമ്പ് 40,
നുബുവത്തിന് ശേഷം പ്രബോധന ദൗത്യത്തിൽ 950, അപ്പോൾ 990 തൂഫാൻ കഴിഞ്ഞിട്ട് പിന്നെ 10, അപ്പോൾ 1000. ഇങ്ങനെയും ചരിത്രാനുമാനങ്ങളുണ്ട്. പ്രബോധനം തൂഫാൻ വന്നതോടുകൂടെ പിന്നെ കപ്പലിൽ 80 ആളുകളാണ് പ്രധാനമെന്ന അഭിപ്രായം കപ്പലിൽ കയറിയത്. 80 ആളുകൾ പിന്നീട് ഒരിടത്തിറങ്ങി പിന്നെ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും അവർ പറിച്ചു നടപ്പെട്ടു. ഇന്നുള്ള ജനതകൾ മുഴുവനും ഈ 80 ആളുകളുമായി ബന്ധപ്പെട്ടതാണ് എന്നതാണ് അടിസ്ഥാന കഥ. ജൂതി പർവ്വതത്തിന് സൂഖ് സമാനീൻ എന്നും പറഞ്ഞിരുന്നു. കാരണം 80 ആളുകൾ കപ്പലിറങ്ങിയത് അവിടെയാണ്. തൂഫാന് ശേഷം ആദ്യത്തെ ടൗൺ ജൂതി പർവ്വതമായതുകൊണ്ട് സൂഖ് സമാനീൻ. ജൂതി താഴ്വരക്ക് സൂഖ് സമാനീൻ, 9 ആളുകളുടെ ബജാർ, അങ്ങാടി, ചന്ത എന്നൊക്കെ പറയാറുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൂഫാനിൽ കപ്പലിൽ ഉണ്ടായിരുന്നത് 80 ആളുകളാണ്. അവർ പിന്നെ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പറിച്ചു നടപ്പെട്ടു. അതിന് പ്രധാനമായ നേതൃത്വം കൊടുത്തത് സാമായിരുന്നു. സാം നൂഹ് നബിയുടെ മകനാണ്. അദ്ദേഹം ഒരു നബിയുമാണ്, റസൂലല്ല. സയ്യിദുന സാം അലൈഹിസ്സലാം. സാം വലിയ ആളാണ്. തൂഫാന് ശേഷം പിന്നെ ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന കാര്യത്തിൽ, ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ജനങ്ങളെ വിടുന്ന കാര്യത്തിലെ പ്രധാനപ്പെട്ട ദൗത്യം നിർവഹിക്കുന്നത് സാമാണ്. സാമിന്റെ ഒരു പ്രത്യേകത, ഓരോരുത്തരെയും വിവിധ പ്രദേശങ്ങളിലേക്ക് അയച്ചപ്പോൾ വിവിധ ഭാഷകൾ പഠിപ്പിച്ചു അയച്ചു എന്നാണ്. സാമിന്റെ മുഅജ്സത്ത് ഭാഷകളാണ്. സാം സംസാരിച്ച ഭാഷകളാണ് പിന്നീട് സെമിറ്റിക് ഭാഷകൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. വളരെ ഗൗരവമായ ചരിത്രമാണ്. സാമിന്റെ ഖബർ ഫലസ്തീനിലാണ്, മറക്കരുത്. തൂഫാന് ശേഷം പിന്നെ ചിത്രത്തിൽ വരുന്നത് നൂഹ് നബി അല്ല. ഉടനെ മരിച്ചത് കൊണ്ടാകാം, അല്ലെങ്കിൽ പിന്നെ പ്രബോധനത്തിന്റെ തന്റെ ഘട്ടം കഴിഞ്ഞ് കാത്തിരിക്കുന്നത് കൊണ്ടും ആകാം. മനസ്സിലായില്ലേ? പിന്നെ ലോക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ആളാണ് ആര്? സാം. നമ്മൾക്കൊക്കെ സാമുമായി ബന്ധമുണ്ട്. സാമുമായി ബന്ധമില്ലാത്ത ഒരാൾ പിന്നീടില്ല. സാമാണ് ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ആളുകളെ അയച്ചത്. ഇന്ത്യയിലേക്ക് സാം തന്റെ പെങ്ങളെയും ഭർത്താവിനെയും അയച്ചു എന്നാണ് പ്രമാണം. പെങ്ങളുടെ പേരാണ് ദഅഫത്ത്. സാമിന്റെ പെങ്ങൾ, നൂഹ് നബിയുടെ മകൾ, സാമിന്റെ നേർ പെങ്ങളുടെ പേരാണ് ദഅഫത്ത്. സാമിന്റെ നേരെ പെങ്ങൾ അദ്ദേഹമാണ് പിന്നെ ലോക ചരിത്ര നാനാഭാഗത്തേക്ക് ആളുകളെ വിടുന്നത്. ഇന്ത്യയിലേക്ക് വിട്ടത് പെങ്ങളായ ദഅഫത്തിനെയും ഭർത്താവിനെയുമാണെന്നാണ് ഒരു പ്രമാണം. സാമിന്റെ പെങ്ങളായ ദഅഫത്തിനെയും ഭർത്താവിനെയും ഇന്ത്യയിലേക്ക് അയച്ചു. ഇന്ന് തീർന്നിട്ടില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ബാക്കി പറയാം. ഇത് പഠിച്ചിരിക്കണം. ഇത് എനിക്കറിയൂല എന്ന് പറയരുത്. ഇത് പഠിച്ചാലേ ഖുർആൻ പഠിക്കാൻ പറ്റൂ. ദഅഫത്തിനെ ഇന്ത്യയിലേക്ക് അയച്ചു. ദഅഫത്തിലേക്ക് ചേർക്കപ്പെട്ട് ദഅഫത്തിന്റെ മക്കൾ മുഴുവനും, അതാണ് ഇന്ത്യയിലെ ആദിമ ജനതയായി അറിയപ്പെടുന്നത്. ദഅഫത്തിനെ ചേർക്കപ്പെട്ട ആ ജനതയാണ് ദ്രാവിഡന്മാർ. അവർ ആര്യാവർത്തത്തിന്റെയും മുമ്പാണ്. ആര്യാവർത്തത്തിന്റെ ചരിത്രം 4000 വർഷത്തെ ചരിത്രമാണ്. ഇത് BC 5000-നപ്പുറമോ 7000-ലോ ആയിരിക്കും. അപ്പോൾ അനവധി കാലഘട്ടത്തിന്റെ ചരിത്രങ്ങൾക്ക് മുമ്പാണ് ആര് വരുന്നത്? ഇന്ത്യയിലെ ആദിമവർഗം ദ്രാവിഡന്മാരാണ്. ദ്രാവിഡന്മാർ എന്നത് ദഅഫത്തിലേക്ക് ചേർക്കപ്പെട്ടതാണ് എന്നാണ് പ്രമാണം. ദഅഫത്ത് നൂഹ് നബിയുടെ മകളും സാമിന്റെ നേർ പെങ്ങളുമാണ്. തൂഫാനിൽ കപ്പലിൽ ഉണ്ടായിരുന്ന പെണ്ണാണ്. ഇത് ചരിത്രത്തിലെ ഗൗരവമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇങ്ങനെയും പറയാം, ഇന്ത്യയിലെ ആദ്യത്തെ നാഗരികത തൗഹീദി നാഗരികതയാണ്. കാരണം ദഅഫത്ത് അള്ളാഹുവിനെ കൊണ്ടും അക്കാലത്തെ റസൂലായ സ്വന്തം പിതാവ് നൂഹിനെ കൊണ്ടും വിശ്വസിച്ച പെണ്ണാണ്. ആ പെണ്ണിന്റെ കുടുംബമാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഗരിക കുടുംബം. അതുകൊണ്ട് ഇവിടുത്തെ ആദ്യത്തെ നാഗരികതയും തൗഹീദിന്റെ നാഗരികതയാണ്. ഇന്ത്യക്ക് ഇതൊന്നും അറിയൂല എന്ന് പറയാൻ പറ്റൂല. ബഹുദൈവ വിശ്വാസം എവിടെയും പിന്നെ വന്നതാണ്. ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്. മനസ്സിലായില്ലേ? ഇത് ഗൗരവമായി പഠിക്കണം. അപ്പൊ സാമിൻ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ഇങ്ങനെ ആളുകളെ വിട്ടു. എങ്കിലും സാം പോയി പാർത്തത് ഈജിപ്തിലാണ്, നൈൽ നദിക്കരയിൽ. ലോകത്തെ 2ാം നാഗരികത അവിടെ വെച്ച് തുടങ്ങുന്നു. അതിപ്രധാനപ്പെട്ട നാഗരികതകളിൽ 2ാമത്തെ നാഗരികത നൈൽ നദീതട സംസ്കാരമാണ്. അതിന് അസ്ഥിവാരം കൊണ്ടുവന്നത് സാമാണ്. നൂഹ് നബിയുടെ മകനാണ് സാം. അദ്ദേഹം ഓരോ ആളുകളെയും ഓരോ നാട്ടിലേക്ക് പറഞ്ഞയച്ചുവെങ്കിലും സാം വന്ന് താമസിച്ചത് നൈൽ നദിക്കരയിലാണ്. അവിടുന്ന് ഒരു പുതിയ സംസ്കാരം നൈൽ നദിക്കരയിൽ തുടങ്ങി. മക്കളായി, മക്കളെ മക്കൾ. സാമിന്റെ മോനാണ് ഇറം. സാമിന്റെ മകനാണ്
ഇറം വലിയ ഒരു ഗോത്രപിതാവാണ്. ഇറമിന്റെ പേരിൽ ലോകത്തൊരു പട്ടണം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഖുർആനിൽ പറഞ്ഞ ഇറമദാത്തിൽ ഇമാദ്. ആ നാട്ടിലാണ് പിന്നീട് ആദ് ഗോത്രം വന്നത്. ഞാൻ ഈ ഇറമിനെ പറയുമ്പോൾ ഇയാളെയും നിങ്ങൾക്ക് പരിചയമുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. സാമിന്റെ മകനാണ് ആര്? ഇറം. നബി അല്ല, പക്ഷെ കഴിവുള്ള ഒരു ഗോത്രപിതാവാണ്. അദ്ദേഹത്തിന്റെ പേരിൽ പിന്നീട് ജനതകൾ ഒരു പട്ടണമുണ്ടാക്കി മധ്യേഷ്യയിൽ. ആ പട്ടണമാണ് ഏത്? ഇറം പട്ടണം. ഇറം പട്ടണവാസികൾ. ആ ഇറം എന്ന പട്ടണത്തിലാണ് ആര് വസിച്ചിരുന്നത്? ആദ് ഗോത്രം. പിൽക്കാലത്ത് ആദി ഗോത്രം അവരുടെ ഗോത്രപിതാക്കളുടെ പിതാവായ കുറെ കാലം കഴിഞ്ഞിട്ട്, ഞാനിത് നിങ്ങൾക്ക് പരിചയം ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്, അല്ലാതെ ഇവിടെ ഇപ്പൊ ചരിത്രത്തിൽ അയാളില്ല, ഇറം പട്ടണം ഇല്ല. പറഞ്ഞത് ഇറം എന്ന് നിങ്ങൾക്ക് പരിചയം ഇല്ലാത്ത ആളൊന്നും അല്ല. വൽ ഫജ്രി വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്റഹൽ ഫീ ദാലിക ഖസമുൽ ലദീ അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ഇറം സാമിന്റെ മകനാണ്. ഇയാളും ഈജിപ്ഷ്യനാണ്. നൈൽ നദിക്കരയിൽ താമസിച്ചു. ഇയാളുടെ മകനാണ് അവദ്. ഇയാളുടെ മകനാണ് അംലീഖ്. ഇയാളുടെ കാലമാകുമ്പോഴത്തേന് നൈൽ നദിക്കരയിൽ അനവധി ജനങ്ങളായി. ബാപ്പ, മക്കൾ, അവരെ മക്കൾ അങ്ങനെ വളർന്നു. അപ്പോൾ അതൊരു വലിയ ജനതയായി. അപ്പോൾ പിന്നെ അവിടെ ഒരു ഭരണകൂടം വേണ്ടി വന്നു. ഈജിപ്തിൽ ആദ്യമായി ഭരണകൂടം സ്ഥാപിച്ചത് അംലീഖാണ്. അതുകൊണ്ട് അയാളുടെ പുത്ര പരമ്പരകളിലാണ് രാജസ്ഥാനം നിലനിന്നത്. അംലീഖിന്റെ പുത്ര പരമ്പരകൾക്ക് അമാലിഖത്ത് എന്ന് പറയുന്നു. അമാലിഖത്ത് അതായത് ഈ കുടുംബത്തിൽ പിന്നെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവുമല്ലോ, മക്കള് ഒരുപാടുണ്ടാവും. അതിൽ ആദ്യമായി രാജഭരണം സ്ഥാപിച്ചത് അംലീഖാണ്. അംലീഖിന്റെ പുത്ര പരമ്പരകളിലാണ് ഈജിപ്തിൽ രാജഭരണം നിലനിന്നത്. ആ കുടുംബത്തിന് രാജഭരണം സ്ഥാപിച്ച അംലീഖിലേക്ക് ചേർത്ത് ആ കുടുംബത്തിന് അമാലിഖത്ത് എന്ന് പറയുന്നു. അമാലിഖത്തിലെ അതാതു കാലഘട്ടത്തിലെ കുടുംബനാഥനായിരിക്കും ഈജിപ്ഷ്യൻ രാജാവ്. ആ കുടുംബനാഥനാണ് ഫിർഔൻ എന്ന് പറയുന്നത്. ഇത് നേരായ ചരിത്ര സ്പർശമാണ്. എളുപ്പം മനസ്സിലാക്കണം. ഫിർഔൻ എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട, വസ്തുത മനസ്സിലാക്കണം. അതായത് തൂഫാന് ശേഷം ഈജിപ്തിൽ പോയി ആദ്യമായി പാർപ്പുറപ്പിച്ചത് സാമാണ്. സാമിന്റെ മകൻ ഇറമിന്റെ മകൻ അവദിന്റെ മകൻ. അംലീഖിന്റെ കാലമായപ്പോഴത്തേന് ഈജിപ്തിൽ ഒരുപാട് മക്കള് വലിയ ജനതയായി. അവർക്കിടയിൽ രാജഭരണം സ്ഥാപിച്ചു. ആരാണ് സ്ഥാപിച്ചത്? അംലീഖിന്റെ പുത്ര പരമ്പരകൾക്കായിരുന്നു പിന്നെ രാജാധികാരം. കാരണം ആ കുടുംബനാഥനായ അംലീഖാണ് ആദ്യമായി രാജഭരണം സ്ഥാപിച്ചത്. അതുകൊണ്ട് രാജകുടുംബത്തിന് അമാലിഖത്ത് എന്ന് പറയും. മൊത്തം ഈ ജനതക്ക് ഖിബ്ത് എന്ന് പറയും. ഖിബ്ത് എന്ന വാക്ക് ഇറമിന്റെ ഓമന പേരാണെന്നും ഒരു അഭിപ്രായം. മൊത്തം ഈ ജനതക്ക് എന്ത് പറയും? ഖിബ്ത്. ഇംഗ്ലീഷിൽ കോപ്റ്റിക്കുകൾ എന്ന് പറയും. കോപ്റ്റിക് ക്രിസ്ത്യാനികൾ, കോപ്റ്റിക് ജൂതന്മാർ അങ്ങനെയൊക്കെ പറയും. കോപ്റ്റിക്കുകൾ എന്ന് പറയും ഇംഗ്ലീഷില്. അറബിയിൽ അവർക്ക് ഖിബ്ത് എന്ന് പറയും. മൊത്തം ഏത് സാം മുതലുള്ള ആ ഈജിപ്ഷ്യൻ ബേസിക്കൽ ആ വർഗത്തിന്റെ പേരാണ് എന്ത്? ഖിബ്ത്. അവരിൽ ഭരണം നടത്തുന്ന കുടുംബത്തിന്റെ പേരാണ് അമാലിഖത്ത്. ആ അമാലിഖ കുടുംബത്തിലെ കുടുംബനാഥനായിരിക്കും രാജാവ്. ആ രാജാവിന്റെ എന്ത് പറയും? ഫിർഔൻ വ്യക്തിനാമമല്ല, സ്ഥാനനാമമാണ്. അതായത് അതാത് കാലഘട്ടത്തിൽ അമാലിഖ കുടുംബത്തിലെ കുടുംബനാഥനായിരിക്കും രാജാവ്. ആ രാജാവിന് അന്ന് എന്ത് പറയും? ഫിർഔൻ എന്ന് പറയും. അയാൾ മരിച്ചാൽ അടുത്ത ഫിർഔനോ എല്ലാ കാലത്തും ആയിരക്കണക്കായ ഭരണകാലത്തെ ഭരണാധികാരി ആരാ? ഫിർഔൻ. അയാൾ മരിക്കാറില്ല എന്ന് വിചാരിക്കണ്ട. ആ കുടുംബനാഥന് എന്ത് പറയും? ഫിർഔൻ എന്ന് പറയും. ഫിർഔൻ എന്ന് പറയുമ്പോഴത്തിന് എല്ലാ ഫിർഔനും മോശമൊന്നുമല്ല, അങ്ങനെയും ധരിക്കണ്ട. അതിൽ റളിയല്ലാഹു അൻഹു എന്ന് പറയേണ്ട ഫിർഔനുമുണ്ട്. എല്ലാ ഫിർഔനും കൂടി ലഅനത്തുല്ലാഹി അലൈഹി അല്ല. ഫിർഔൻ എന്ന് പറയുമ്പോഴത്തിന് ലഅനത്തുല്ലാഹി അലൈഹി എന്ന് ചാടണ്ട. ഏത് ഫിർഔൻ എന്ന് ആലോചിക്കണം. മൂസാ നബിയുടെ കാലഘട്ടത്തിലെ ഫിർഔൻ ആണെങ്കിൽ ഓക്കെ, ലഅനത്തുല്ലാഹി, അയാളെ കുറിച്ചാണ് ഖുർആനിൽ ആ സ്പർശം വന്നിട്ടുള്ളതും. എന്നാലോ ചരിത്രം മൊത്തം പറയുമ്പോൾ ഫിർഔന്മാരുടെ കൂട്ടത്തിൽ നല്ല ഫിർഔന്മാരും ധാരാളമുണ്ട്. ഉദാഹരണം പറയാ, യൂസുഫ് നബി കാലഘട്ടം.
അക്കാലത്തെ ഈജിപ്തിലെ ഭരണാധികാരി ഫിറഔനാണ്. ഈജിപ്തിലെ രാജാവ് അന്നും ഫിറഔനാണ്. നമ്മൾക്കിടയിൽ ഒരു മൗഢ്യ ധാരണ ഉണ്ട്, ഈജിപ്തിൽ രാജാവായി യൂസുഫ് നബി രാജാവായിട്ടില്ല, രാജാവല്ല. അപ്പോൾ പിന്നെ മിനൽ മുൽക്ക് എന്ന് പറഞ്ഞല്ലോ, അത് കൈകാര്യാധികാരം ലഭിച്ചത് കൊണ്ടാണ്. രാജാവ് അന്നും ആരൻ തന്നെയാണ്, ഫിറഔന. പക്ഷെ ആ ഫിറഔൻ ഒന്നിനും കൊള്ളാത്ത ഒരു പാവയായിരുന്നു. അയാൾ ഭരണത്തിന്റെ സർവാധികാരവും യൂസഫ് നബിയെ ഏൽപ്പിച്ചിട്ട് കേവലം ഒരു പാവ രാജാവായി നിലകൊണ്ടു. യൂസഫ് നബി ഈജിപ്തിൽ വസീറുൽ മാലായിരുന്നു, ധനകാര്യമന്ത്രി. ധനകാര്യ മന്ത്രിയാവുമ്പോൾ അധികാരങ്ങളും ലഭിച്ചു. അതാണ് റബ്ബി ഖദ് അതൈതനി മിനൽ മുൽക്ക്. നമ്മളിങ്ങനെ പറയുമ്പോൾ കഥാപ്രസംഗക്കാരാണ് ഈ ജാതി നുണകളൊക്കെ പറഞ്ഞു വരുത്തുക. ലോകത്തെ എല്ലാ നുണകളും ഉണ്ടാക്കിയത് കഥാപ്രസംഗക്കാരാണ്. കഥാപ്രസംഗം വഴിയാണ് ഈ നുണകളൊക്കെ പെരുക്കുക. അതുകൊണ്ട് അതൊക്കെ പെരുപ്പിച്ച കഥകൾ മാത്രമാണ്, ശരിയല്ല. വസ്തുതയാണ് ഈ പറയുന്നത്. എല്ലാ കാലഘട്ടത്തിലും കോപ്റ്റിക്കുകൾ സാമ മുതൽ എല്ലാ കാലഘട്ടത്തിലും അംലിയക്ക് മുതൽ എല്ലാ കാലഘട്ടത്തിലും ഈജിപ്തിലെ ഭരണാധികാരി ആരായിരിക്കും? ഫിറഔനായിരിക്കും. യൂസഫ് നബിയുടെ കാലഘട്ടത്തിലും രാജാവ് ആരന്നെയായിരുന്നു? ഫിറഔനായിരുന്നു. പക്ഷെ ആ ഫിറഔൻ എന്ത് ചെയ്യുന്നു അറിയോ? യൂസഫ് നബിയുടെ മഹത്വം കണ്ട് ഫഅസ്ലമ ഫിറഔനു, ആ ഫിറഔൻ മുസ്ലിമായി. ഫതദയ്യന ഫഅഹ്സന ഇസ്ലാമഹു ഫഅതഅ അല്ലാഹ വഅതഅ റസൂലഹു യൂസുഫ റളിയല്ലാഹു അൻഹു. എല്ലാ കാലത്തെ കൂടി ഫിറഔൻ മോശമൊന്നുമല്ല. എന്നാൽ ഏറിയ കുറുമ ആരാണ്? മോശക്കാരാണ്, നല്ലവരുമുണ്ട്. ഉദാഹരണം, ആരുടെ കാലം? സയ്യിദ്നാ യൂസുഫ്. അങ്ങനെ പറയും. യൂസുഫ് നബിയുടെ കാലഘട്ടത്തിലും ഭരണാധികാരി ആരും തന്നെ? ഫിറഔൻ തന്നെ. പക്ഷെ ആ ഫിറഔന് ഫഅസ്ലമ ഫിറഔനു, ആ ഫിറഔൻ മുസ്ലിമായിട്ടുണ്ട്. ഫതദയ്യന, നല്ല ദീനുള്ള മനുഷ്യനായി മാറി. ഫഅഹ്സന ഇസ്ലാമഹു, തന്റെ മതവിശ്വാസത്തെ അദ്ദേഹം മനോഹരമാക്കി സൂക്ഷിച്ചു. ഫഅതഅ അല്ലാഹ, അല്ലാഹുവിന് വഴിപ്പെടുകയും വഅതഅ റസൂലഹു യൂസുഫ, യൂസുഫ് നബിക്ക് വഴിപ്പെടുകയും ചെയ്തു. ആ മനുഷ്യൻ ആരാണ്? നല്ല മനുഷ്യനാണ്, മുസ്ലിമാണ് ഫിറഔൻ. എന്നാലും ചരിത്രത്തിൽ ഏറിയ കുറും ഫിറഔന്മാരെല്ലാം മോശമായിരുന്നു. ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അപ്പൊ നിങ്ങൾ ഏകദേശ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഫറോവായിസത്തിന്റെ ചരിത്രവും ഏകദേശമൊക്കെ മനസ്സിലാക്കി. ഇതിങ്ങനെ തുടർന്ന് വരികയാണ്. കൊല്ലങ്ങളോളം, ആയിരക്കണക്കായ കൊല്ലങ്ങളിൽ ഈ ജനതയാണ് ഈജിപ്ത് ഭരിച്ചു വന്നത്. ഒരു ഫിറഔൻ കഴിയുമ്പോൾ അടുത്ത ഫിറഔൻ, അവിടുത്തെ ഭരണാധികാരികളാണ് ഫിറഔന്മാർ. ആ കുടുംബമാണ് അംലിയക്ക്. ആ വർഗത്തിന്റെ മൊത്തപ്പേരാണ് എന്ത്? ഖിബ്തികൾ. അതങ്ങനെ കഴിഞ്ഞു. അവിടെ കാര്യമായി പ്രവാചകന്മാരൊന്നും ഉണ്ടായില്ല. പ്രവാചകന്മാർ പോക്കും വരവും ഉണ്ട് എന്നല്ലാതെ ഒരു പ്രവാചക സംസ്കരണത്തിന്റെ വലിയ ചിത്രമൊന്നും കാണുന്നില്ല. എന്നാൽ ഇടയ്ക്കിടെ ചില പ്രവാചകന്മാർ വന്നു പോയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഇബ്രാഹിം വരെ വന്നിട്ടുണ്ട്. എവിടെ? ഈജിപ്തിൽ. അതുകൊണ്ട് കുറഞ്ഞ ആളുകളൊക്കെ വിശ്വസിച്ചിട്ടുമുണ്ട്. എന്നാൽ ഭൂരിഭാഗം ആളുകളും വിശ്വാസികൾ അല്ല. ഖിബ്തികൾ. അവരുടെ ബാപ്പ സാമാണ്. സാമ് നല്ല മനുഷ്യനാണ്, പ്രവാചകനാണ്. പക്ഷെ ഇറമിന്റെ കാലഘട്ടത്തോടു കൂടി അവർ വീണ്ടും എന്തിലേക്ക് പോയി? ബഹുദൈവ വിശ്വാസത്തിലേക്ക് പോയി. ഈജിപ്ഷ്യൻ നാഗരികതയുടെ പ്രധാനപ്പെട്ട മതം ബഹുദൈവ വിശ്വാസമാണ്. അവർ പ്രകൃതി ദൈവങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. നമ്മുടെ വീണ്ടും ഒരു അബദ്ധമുണ്ട്. അവിടെ ഫിറഔനായിരുന്നു ദൈവം. അത് ശരിയല്ല. ദൈവങ്ങൾ പ്രകൃതി വസ്തുക്കളായിരുന്നു. ഉദാഹരണത്തിന് സൂര്യൻ, ചന്ദ്രൻ, പാമ്പ്, പശു. കാര്യമായി ആരാധിച്ചിരുന്നത് പശുവിനെയാണ്. അതിന് കാരണം എന്താണെന്നറിയോ? ബഹുദൈവ വിശ്വാസത്തിന്റെ അടിത്തറ രണ്ട് കാര്യമാണ്. ഒന്ന് ഉപകാരങ്ങളോടുള്ള ആർത്തി, രണ്ട് ഉപദ്രവങ്ങളെ കുറിച്ചുള്ള ഭയം. ഇത് രണ്ടിൽ നിന്നുമാണ് ബഹുദൈവ വിശ്വാസം ഉണ്ടായത്. ഇല്ലെങ്കിൽ പിന്നെ ഒരു ദൈവത്തെ വിശ്വസിക്കുന്നതല്ലേ മനുഷ്യന്മാർക്ക് നല്ലത്? പണിയില്ലല്ലോ, ഒറ്റാൾ വിശ്വസിച്ച പോലെ. പിന്നെ എന്റെ ബഹുദൈവ വിശ്വാസത്തിലേക്ക് പോയി. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ രണ്ടാണ്. ഒന്ന്, ഉപകാരങ്ങളോടുള്ള ഒരു തരം ആർത്തി. അത് കൂടിയാണ് ബഹുദൈവ വിശ്വാസമായും ദൈവവിശ്വാസമായും. രണ്ട് നാഗരികതകളിൽ പ്രധാനമായ വരുമാന മാർഗം. അപ്പോൾ പാല് തരുന്ന ജീവിയോടുള്ള ഒരു തരം ബഹുമാനം. നമ്മളെ തന്നെ നാടുകളിൽ കാണാറുണ്ടല്ലോ. ചില വീട്ടിലെ സ്വന്തം കുട്ടികളെക്കൂടെ സ്നേഹം ഉണ്ടാവും പശുവിനോട്. ഈ ഒരു താല്പര്യം അങ്ങോട്ട് വളരുക, ഈ സ്നേഹം അങ്ങോട്ട് വളർന്നിട്ട് അതെന്തായി മാറുക? ആരാധനയായി മാറുക. പിന്നെ അതിന്റെ പേരിൽ പെരുപ്പിച്ച കഥകൾ ഉണ്ടാവുക. രണ്ടാമതായി ബഹുദൈവ വിശ്വാസത്തിന്റെ കാരണം ഉപദ്രവങ്ങളെ കുറിച്ചുള്ള ഭയമാണ്. അതാണ് പാമ്പ്. അവരാരാധിച്ചിരുന്ന ഒരു മൂർത്തിയായിരുന്നു പാമ്പ്. മൂസ നബിയുടെ വടിയായതും എന്തെന്നെയാണ്?
പാമ്പ് തന്നെയാണ്. വലിയ കഥയാണ്, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൂട്ടിയതാണ്. പാമ്പ് കാരണം എന്താണെന്നറിയോ? ഗുഹാവാസ കാലഘട്ടത്തിൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച ഒരു സാധനമാണ് എന്ത്? പാമ്പ്. അതോടുള്ള ഒരു പിന്നീട് അതൊരു ആരാധനയാകാം. ഏതെങ്കിലും ആളുകൾ ഏതെങ്കിലും പാമ്പിനെ ഉപദ്രവിക്കാൻ വരുമ്പോൾ പാമ്പേ പോവണേ, ബഹുമാനപ്പെട്ട പാമ്പേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. അതുവഴി ആ പാമ്പ് പോയിട്ടുണ്ടാകാം. അപ്പോൾ പാമ്പിനും നമ്മളെക്കാൾ വലിയ ബോധമുണ്ട് എന്ന് പരത്തിയിട്ടുണ്ടാവാം. അപ്പോൾ ഗോത്രപിതാവായ ഒരു പാമ്പുണ്ടാക്കിയിട്ട് അതിനെ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ചുരുക്കത്തിൽ ഇതാണ് ഉപകാരങ്ങളോടുള്ള ആർത്തിയും ഉപദ്രവങ്ങളെ കുറിച്ചുള്ള ഭയവുമാണ് എന്ത്? ബഹുദൈവ വിശ്വാസത്തിന്റെ ബേസ്. ഫിർഔൻ ദൈവങ്ങളെ നിശ്ചയിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഗോഡ്സിന്റെ സുപ്രീം അതോറിറ്റി ഫിർഔനാണ്. അതാണ് അന റബ്ബുക്കുമുൽ അഅല. അതുകൊണ്ടാണ് നിങ്ങൾ മൂസാന്റെ പടച്ചവനെ വിശ്വസിച്ചുവോ? ഖബലാനാദനലക്കും, നിങ്ങൾക്ക് ഞാൻ സമ്മതം തരുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിച്ചോ? അതായത് ഞാൻ സമ്മതം തന്ന വിദ്യ വിശ്വസിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അവിടെ അങ്ങനെ കുഴപ്പമില്ല. കാരണം ദൈവങ്ങളൊക്കെ നിശ്ചയിച്ചു കൊടുക്കുന്ന സുപ്രീം അതോറിറ്റിയാണ് ആർക്ക്? ഫിർഔന്റെ ദൈവിക ലിസ്റ്റിൽ അള്ളാഹ് എന്നൊരു പേര് ഇല്ലാത്തതുകൊണ്ട് അതിനെ ആരാധിക്കാൻ പാടില്ല. ദൈവത്തെ നിശ്ചയിച്ചു കൊടുക്കുന്ന ആൾ ആരാണ്? അതാണ് അന റബ്ബുക്കുമുൽ അഅല. ഫിർഔൻ ദൈവമായി ചമയല്ല, ദൈവങ്ങളെ നിശ്ചയിച്ചു കൊടുക്കുന്ന ആളാണ്. ഒരുപാട് ദൈവങ്ങൾ അവർക്കുണ്ടായിരുന്നു. ആർക്കടക്കം ദൈവങ്ങൾ ഉണ്ടായിരുന്നു? ഫിർഔൻ അടക്കം. ഖാലൽ മലഉ മിൻ ഖൗമി ഫിർഔൻ أتذر موسى وقومه ليفسدوا في الأرض ويذرك وآلهتك قال الملأ من قوم فرعون أتذر موسى وقومه ليفسدوا في الأرض ويذرك وآلهتك. സൂറത്തുൽ അറാഫ്. മൂസാ നബി വന്ന് ഭരണം ശക്തമാക്കിയപ്പോൾ കാലൽ മലഉ മിൻ ഖൗമി ഫിർഔന, ഫറോവ കുടുംബത്തിലെ നേതാക്കൾ വന്ന് ഫറോവയോട് പറഞ്ഞു, അതദറു മൂസ, നീ മൂസയെ ഇങ്ങനെ വെറുതെ വിടുകയാണോ? ഇവനൊന്ന് പിടിച്ചു കെട്ടണ്ടേ? വഖൗമഹു, ഇവന്റെ കൂടെയുള്ള ജനങ്ങളെയും. ലിഫ്സിദു ഫിൽ അർളി, അവരിങ്ങനെ പോയാൽ നാട്ടിൽ കുഴപ്പമുണ്ടാക്കും. വയദറക, അവർ നിന്നെയും ഒഴിവാക്കും. ആലിഹത്തക്ക, നിന്റെ ദൈവങ്ങളെയും. അപ്പോൾ ഫിർഔനും എന്തുണ്ട്? ദൈവങ്ങളുണ്ട്. ഇത് പറയാനാണ് ഞാൻ ഈ ആയത്ത് കൊണ്ടുവന്നത്. അപ്പൊ പ്രകൃതിയിലെ ഒരുപാട് ദൈവങ്ങൾക്ക് വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നു ആ ജനത. അതങ്ങനെ കഴിഞ്ഞു വന്നു. സ്റ്റേറ്റിന്റെ പ്രധാനപ്പെട്ട മതം ബഹുദൈവ വിശ്വാസമായിരുന്നു. അവരങ്ങനെ കഴിഞ്ഞു വരികയാണ്. അവിടെ പ്രവാചകന്മാരൊക്കെ ഇടയ്ക്കിടെ വന്നു പോകുന്നുണ്ടെങ്കിലും കുറഞ്ഞ ആളുകളൊക്കെ വിശ്വസിച്ചിട്ടുണ്ട് എങ്കിലും അവർക്കൊരു ദൈവികമായ മതത്തിന്റെ ബന്ധമൊന്നും അവർക്ക് ഏറിയ കൂറും അതങ്ങനെ കഴിയാണ്. അത് 1000 കണക്കായ കൊല്ലത്തിന്റെ ചരിത്രമാണ്. നിങ്ങൾക്കിതിൻ്റെ രണ്ടാമത്തെ ഭാഗം പറഞ്ഞു തരാം. ഇവരെയാണ് ഖിബ്തികൾ. ഇവരങ്ങനെ കഴിഞ്ഞു പോവാണ് ഈജിപ്തിന്റെ കരയിൽ. അതവിടെ ഇരിക്കട്ടെ. ഈജിപ്ത് കഴിഞ്ഞിട്ട് സീനായ് മരുഭൂമി ഒക്കെ കഴിഞ്ഞിട്ടുള്ള പ്രദേശമാണ് എന്ത്? ഷാം. ഷാമിലായിരുന്നു ഇബ്രാഹിം നബിയുടെ ഒരു മകൻ പാർത്തിരുന്നത്. ഇബ്രാഹിം നബിയുടെ ഒരു മകനെ മക്കയിലും ഒരു മകനെ ഷാമിലും ഏൽപ്പിച്ചിട്ടാണ് ഇബ്രാഹിം മരിക്കുന്നത്. ഒരു മകൻ മക്കയില് ഇസ്മായിൽ, ഒരു മകൻ ഷാമില്. ആര്? ഇസഹാക്ക്. ഇസഹാക്കിന്റെ മകനാണ് ആര്? യാക്കൂബ്. യാക്കൂബ് പാർത്തിരുന്നത് ഷാമിലാണ്. ഷാമിലേക്കുള്ള, ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിറിയയോട് അനുബന്ധ പ്രദേശങ്ങൾ. ഇന്ന് ഷാം എന്ന് പറഞ്ഞാൽ സിറിയ മാത്രമാണ്. ഇങ്ങനെ ഷാം, സിറിയയോട് അനുബന്ധ പ്രദേശങ്ങളാണ് എന്ത്? ഷാം. സാമല്ല, ഷാം. അവിടെയാണ് യാക്കൂബ് ഈ കുടുംബം പാർത്തിരുന്നത്. യാക്കൂബ് എന്നത് ലോക ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ആളാണ്. സാറാ ബീവിയോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇസ്ഹാഖ് എന്ന ഒരു കുട്ടി ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് യാക്കൂബ് എന്നൊരു കുട്ടിയും ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. യാക്കൂബ് സത്യത്തിൽ സാറാബിയുടെ കുട്ടി അല്ല. പിന്നെ എന്തേ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചെങ്കിൽ സാറാബിയുടെ കുട്ടി അല്ല യാക്കൂബ്. ആരുടെ കുട്ടിയാണ്? ഇസ്ഹാഖിന്റെ മകന്റെ മകനാണ് ആര്? പിന്നെ എന്തിനാ ഇവിടെ യാക്കൂബിനെ പരാമർശിച്ചു എന്ന് ചോദിച്ചെങ്കിൽ യാക്കൂബ് കുട്ടികളുടെ ബാപ്പയാണ്. യാക്കൂബ് വന്നാൽ പിന്നെ കുട്ടികളുടെ ക്ഷാമം തീരും. ലോകത്ത് ഇന്നും നിലനിൽക്കുന്ന ലക്ഷക്കണക്കായ ജനതയുടെ പിതാവാണ് ആര്?
സാറ, നിങ്ങൾ കുട്ടിക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കല്ലേ, നിങ്ങൾക്കൊരു പേരക്കുട്ടി വരാൻ പോകുന്നുണ്ട്, അതോടുകൂടെ കുട്ടികളുടെ ക്ഷാമം ലോകത്തന്നെ തീരും. ആ ജാതി കുട്ടിയാണ് വരാൻ പോണത്. ആര്? യാക്കോബ്. അതാണ് ഇതിന് കാരണം. അല്ലാതെ സാറാ ബീവിയോട് യാക്കൂബിനെ പറ്റി പറയേണ്ടതില്ല. കാരണം യാക്കൂബ് സാറാ ബീവിയുടെ മകൻ അല്ല. അപ്പൊ ഈ യാക്കൂബ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം, ഇസ്ഹാഖിന് ശേഷം അവർ താമസിച്ചിരുന്നത് ഷാമിലാണ്. ഇപ്പൊ നമ്മൾ ഈജിപ്തിൽ നിന്ന് ലേശം അങ്ങോട്ട് മാറി. ഇപ്പൊ നമ്മൾ നൂഹ് നബിയുടെ അവിടുന്ന് ഇങ്ങനെ വരികയാണ്. അവരെ നമ്മൾ കൂടിയിരുത്തി, ഒരു കൂട്ടരെ, ആരെ? കോപ്റ്റിക്കുകളെ കൂടിയിരുത്തി. എവിടെ? ഈജിപ്തിൽ. അവരങ്ങനെ കഴിഞ്ഞു വന്നോട്ടെ. പാമ്പിനും തേളിനും ഒക്കെ ആരാധിച്ച് അങ്ങനെ കഴിഞ്ഞ ഖുർആനിൽ 136 സ്ഥലത്താടോ ഈ ചരിത്രം. ഇത് പഠിച്ചാലേ ഇതിലേക്ക് കിടക്കാൻ കഴിയുള്ളൂ. ആദ്യം നമുക്കിത് പഠിക്കാനൊരു അന്തം വേണം. ഈ ഖുർആൻ എന്നത് നിങ്ങൾ വിചാരിച്ച കിതാബല്ല. ഇതിനൊരുപാട് വിവരമുള്ളവർക്ക് ഇത് കയറുള്ളൂ തലേക്ക്. പറയുമ്പോഴത്തേന് തലേക്ക് ഇത് വരണമെങ്കിൽ മൊത്തം ലോകത്തിന്റെ ഹിസ്റ്റോറിക്കൽ ജോഗ്രഫിക്കൽ ബേസ് തലയിലുണ്ടായിരിക്കണം. അതുകൊണ്ട് അത് പറഞ്ഞു തരുന്നത്. അവർ ഈജിപ്തിൽ അങ്ങനെ കഴിഞ്ഞു വന്നു. അതിൻ്റെ ഇടയ്ക്ക് അത് അവരെ വെച്ചിട്ട് നമ്മൾ പുറത്തേക്ക് വരികയാണ്. ഇബ്രാഹിം ഈ കാലഘട്ടത്തിൽ അവരൊക്കെ എവിടെയാണ്? പ്രധാനമായും ഷാമിലാണ്. ഒരു മകൻ എവിടെ? മക്കയില്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഷാമിലെ മകനായ ഇസ്ഹാഖ്, ഇസ്ഹാഖിന്റെ മകനാണ് ആര്? യാക്കൂബ്. യാക്കൂബ് അങ്ങനെ കഴിഞ്ഞു വന്നു. ബാപ്പയും മരിച്ചു, വല്യപ്പയൊക്കെ മരിച്ചു. യാക്കൂബിന് 12 കുട്ടികളുണ്ടായി. ഇനിയാണ് ചരിത്രം തുടങ്ങുന്നത്. യാക്കൂബിന്റെ പേരാണ് എന്ത്? ഇസ്രായേൽ. ഇസ്രാ എന്നാൽ അബ്ദ് എന്നും ഈൽ എന്നാൽ അള്ളാഹ് എന്നുമാണ്. ഇസ്രായേൽ എന്നാൽ അബ്ദുള്ള എന്നാണ്. ബൈബിളിൽ ഏലിയ ഏലിയ എന്ന ദൈവത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഏലിയ എന്ന് ഹിബ്രുവിലോ സുറിയാനിയിലോ പറഞ്ഞാൽ അള്ളാഹ് എന്നാണ് അർത്ഥം. ഇസ്രായേൽ. ഇസ്രാ എന്നാൽ അബ്ദ് എന്നും ഈൽ എന്നാൽ അള്ളാഹ് എന്നുമാണ് അർത്ഥം. ഇസ്രായേൽ എന്നാൽ അബ്ദുള്ള എന്നാണ് അർത്ഥം. അത് ഓമന പേരാണ്. ആരുടെ? യാക്കൂബ് നബിയുടെ. അതാണ് ഇസ്രായേൽ. പേടിക്കൊന്നും വേണ്ട. അദ്ദേഹത്തിന് 12 മക്കളുണ്ടായിരുന്നു. 10 മക്കൾ ഒരു ഭാര്യയിൽ. 10 കുട്ടികളെ പ്രസവിച്ച് അവർ വലിയതാവുന്നതോടുകൂടെ ആ പെണ്ണ് മരിച്ചുപോയി. അപ്പോൾ പിന്നെ യാക്കൂബ് നബി വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു. ആ പെണ്ണിൽ 2 കുട്ടികളുണ്ടായി. ഒന്നാമത്തെ കുട്ടിയുടെ പേര് യൂസുഫ്, രണ്ടാമത്തെ കുട്ടി ബിനിയാമിൻ. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായി. ബിനിയാമിൻ ജനിച്ച ദിവസം ആ ഭാര്യ മരിച്ചുപോയി. ഒട്ടൊന്നും അകലമല്ലായിരുന്നു ഇവരുടെ വയസ്സ്. ഒന്ന് പറ്റ പിഞ്ചു പൈതല്, ഒന്നും കൂടി എണീറ്റ് നടക്കാൻ മാത്രമായ ഒരു കുട്ടി യൂസുഫും. മറ്റവരൊക്കെ വലിയ മക്കളായി. ആര്? 10 മക്കള്. അപ്പോൾ സ്വാഭാവികമായും ഈ 2 കുട്ടികളോട് ബാപ്പാക്കൊരു സ്നേഹം ഉണ്ടായി. കാരണം തീരെ ഉമ്മയുടെ പരിലാളന ഇല്ല, പരിചരിക്കാൻ ആരുമില്ല. അതിന് പുറമെ ഈ 2 കുട്ടികളും ഭയങ്കര സ്മാർട്ട്നെസ് ആയിരുന്നു. ഭയങ്കര സ്മാർട്ട് മക്കളാണ്. കോമള ബാലന്മാരാണ്. കണ്ടാൽ കൗതുകമാണ്. അതിസുന്ദരന്മാരാണ്. എല്ലാമായിട്ട് ബാപ്പാക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. ആരോട്? യൂസുഫിനോടും അനുജനായ ബിന്യാമിനോടും. അവരെ എപ്പോഴും എടുക്കും, അരയിൽ മടിയിൽ വെക്കും, കൊണ്ട് നടക്കും. ബാപ്പ എവിടെ പോയാലും ഇവരുണ്ടാകും. ഇത് മറ്റു മക്കൾക്ക് വേണ്ടത്ര ഇഷ്ടപ്പെട്ടില്ല. ഈ ഇഷ്ടമില്ലായ്മ അവരിൽ വളർന്ന് അത് അസൂയയായി. അത് വലിയ പ്രശ്നമായി. അപ്പോഴത്തിന് ഒന്നുകൂടി ഓടിച്ചടങ്ങാടി നടക്കാവുന്ന പ്രായമായി. ആർക്ക്? യൂസുഫിന്. 11 ആണെന്നും 13 ആണെന്നും അഭിപ്രായമുണ്ട്. ഈ പൊല്ലാപ്പ് തീർക്കാൻ ബാപ്പ തീരുമാനിച്ചു. അല്ല, ജേട്ടന്മാർ തീരുമാനിച്ചു. ഷാമിലെ ഒരു മേച്ചിൽപ്പുറത്തെ ഒരു പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി കയ്യും കാലും കൂട്ടിക്കെട്ടി ഇട്ടുപോന്നു. അതൊക്കെ നിങ്ങൾക്കറിയുന്ന ചരിത്രമാണ്. ഞാനത് പറയുന്നില്ല. ഞാനിവിടെ എങ്ങനെ മൂസ നബിയുടെ ചരിത്രം തുടങ്ങുന്നു എന്ന ഭാഗത്തേക്ക് വരികയാണ്. എളുപ്പമാണ്. ഈ പൊട്ടക്കിണറ്റിനൊക്കെ വലിയ ബന്ധമുണ്ട്. അങ്ങനെ ഈ 10 ജേട്ടന്മാർ കൂട്ടി കയ്യും കാലും കൂട്ടിക്കൊണ്ടിട്ട് ഷാമിലെ ഒരു മേച്ചിൽപ്പുറത്തെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടിട്ടു. ആ ചരിത്രം നിങ്ങൾക്കറിയാം. അതുവഴി എന്തുണ്ടായി എന്ന് ചോദിച്ചാല്, വഴിപ്പോക്കന്മാർ ഈ കുട്ടിയെ എടുത്തിട്ട് നേരെ കൊണ്ടുവന്നിട്ട് ഈജിപ്തിലെ കൈറോവിലെ അടിമച്ചന്തയിൽ വിറ്റു. അന്ന് മനുഷ്യ കച്ചവടം പൊടിക്കുന്ന നാടാണ് ഈജിപ്ത്. കിട്ടുന്നവരെ മുഴുവനും കൊണ്ടുവന്നിട്ട് അടിമകളാക്കി ചന്തയിൽ വിൽക്കും. ഈ കുട്ടിയെ വിറ്റപ്പോൾ
10-11 വയസ്സായ അതിസുന്ദരനായ ഈ കോമള ബാലനെ ധനമന്ത്രിയുടെ ഭാര്യ വാങ്ങിക്കൊണ്ടുപോയി. ധനമന്ത്രിയെ അസീസ് എന്ന് പറയും. അസീസ് രാജാവ് എന്ന് പറയുന്ന ഒരു ശൈലി നമ്മൾക്കിടയിൽ കഥാപ്രസംഗത്തിലും മറ്റൊക്കെ കേൾക്കാറുണ്ട്. അതും നുണയാണ്. അസീസ് രാജാവല്ല. അസീസ് എന്നത് ധനമന്ത്രിയുടെ സ്ഥാനപ്പേരാണ്. അസീസ് എന്ന് പിന്നീട് യൂസുഫിനെ വിളിക്കുന്നുണ്ട്. യാ അയ്യുഹൽ അസീസ് മസ്സനാ വഅഹ്ലനല്ലാഹ് വജിനാ ബിബിളഅത്തിൻ മുസ്ജാത്തിൻ ഫഔഫി ലനൽ കൈല വതസദ്ദഖ് അലൈനാ. യാ അയ്യുഹൽ അസീസ് യാ അയ്യുഹൽ അസീസ് മസ്സനാ വഅഹ്ലനല്ലാഹ് വജിനാ ബിബിളഅത്തിൻ മുസ്ജാത്തിൻ ഫഔഫി ലനൽ കൈല വതസദ്ദഖ് അലൈനാ. യാ അയ്യുഹൽ അസീസ് എന്ന് വിളിക്കുന്നുണ്ട്. ആരെ? പിന്നീട്. മസ്സലാം അഹ്ലനല്ലറു, ഞങ്ങളും കുടുംബവും പട്ടിണിയിലായിട്ട് വന്നതാണ്. വജീനാ ബിബിളഅത്തിൻ മുസ്ജാത്തിൻ, റേഷൻ കൊണ്ടുവന്ന സാധനം വളരെ നിസ്സാരപ്പെട്ടതാണ്. ഫൗഫി ലനൽ കൈല, പൂർത്തിയാക്കി അളന്നു തരണം. വതസദ്ദഖ് അലൈനാ, ഞങ്ങൾ ദരിദ്ര കുടുംബമാണ്, കുറച്ച് സദഖയും തരണം. അസീസേ എന്ന് പറയുന്നുണ്ട് യൂസുഫ് നബിയോട്. പിന്നീട് ആര്? ജേട്ടന്മാര്. അവിടെ വിളിക്കുന്ന പേരും യാ അയ്യുഹൽ അസീസ് എന്നാണ്. ധനമന്ത്രിക്ക് പറയുന്ന പേരാണ് എന്ത്? അസീസ്. അന്നത്തെ അസീസിന്റെ ഭാര്യയുടെ പേരാണ് സുലേഖ. ഈ കോമള ബാലനിൽ ആകൃഷ്ടയായ ഈ പെണ്ണ് തന്റെ ഭർത്താവിനോട് നിർബന്ധിക്കുകയും അങ്ങനെ ധനമന്ത്രിയുടെ വീട്ടിലാവുകയും ചെയ്തു. ആര്? യൂസുഫ്. അവിടെ വളർന്നു, അവിടെ ഉഷാറായി, അവിടെ വളർന്നു. പിന്നെ യുവാവായപ്പോൾ ഈ പെണ്ണിന് തന്നെ ആ ചെറുപ്പക്കാരനിൽ താല്പര്യമുണ്ടായി. അത് വലിയ പൊല്ലാപ്പായി. അതുവഴി ജയിൽ ഇഷ്ടപ്പെട്ടു സയ്യിദ്ന യൂസുഫ് അലൈഹിസ്സലാം. ജയിലിൽ പോകേണ്ടതൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇത്തരം പെണ്ണുങ്ങൾ ജീവിക്കുന്ന നാടിനേക്കാൾ നല്ലത് ജയിലാണ് എന്ന് പറഞ്ഞു പോവുകയാണ്. ധനമന്ത്രി തന്നെ പറഞ്ഞിരുന്നു യൂസുഫ് കുറ്റക്കാരനല്ല, കാരണം കുപ്പായം കീറിയത് പുറകിൽ നിന്നാണ്. അപ്പോൾ കുറ്റക്കാരനല്ല. ആർക്ക് ബോധ്യപ്പെട്ടു? ധനമന്ത്രിക്ക് ഇത് ബോധ്യപ്പെട്ടതാണ്. അപ്പോഴും അതിന്റെ പിന്നെയും പൊല്ലാപ്പുണ്ടായി. കുറെ പെണ്ണുങ്ങൾ കൈ മുറിച്ച് ഭയങ്കര പ്രശ്നമായി. പിന്നെ ജയിലിൽ നിന്ന് വിട്ടുവരാൻ വേണ്ടി പോകുമ്പോഴും ചോദിക്കുന്നത് മാ ബാലു നിസ്വത്തിലെത്തിയ കത്തായന അദ്യഹുന്ന, ആ കൈ മുറിച്ച പെണ്ണുങ്ങൾ ഇപ്പൊ അവിടെ ഉണ്ടോന്നാണ്. അവരുണ്ടെങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് വരുന്നില്ല. കാരണം ആ ജാതി പെണ്ണുങ്ങളൊക്കെ ഉണ്ടാകുന്ന നാട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ജയിൽ ജീവിക്കുന്നതാണ്. അവ ചുരുക്കത്തിൽ വളരെ ചിന്തിക്കേണ്ട കഥയാണിത്. ചുരുക്കത്തിൽ ഇപ്പോൾ എന്തുണ്ടായെങ്കിൽ ബനു ഇസ്രായേൽ ഇതുവഴി എന്തുണ്ടായി? ബനു ഇസ്രായേൽ ആദ്യത്തെ ആൾ ഈജിപ്തിലെത്തി. ഷാമിൽ നിന്ന് ബനു ഇസ്രായേലിലെ ആദ്യത്തെ ആൾ എവിടെ എത്തി? ഈജിപ്തിൽ. ഇതുവഴി ആരാണ് ആദ്യത്തെ ആൾ? യൂസുഫ്. ഓക്കെ, തന്നെ. ഇനിയാണ് ചരിത്രം തുടങ്ങുന്നത്. ഇതാണ് സംഭവം. പിന്നെ ആ ആള് ഇതുവഴി ജയിലിലായി. പിന്നെ ജയിലിൽ നിന്ന് പുറത്തു വന്നു. അതിനൊക്കെ കാരണം ഉണ്ടായി. ആ കാലത്ത് രാജാവ് സ്വപ്നം കണ്ടു. ഫിറഔൻ സ്വപ്നം കണ്ട എന്താ? ക്ഷാമത്തിന്റെയും ക്ഷേമത്തിന്റെയും കാലങ്ങളാണ് വ്യാഖ്യാനത്തിൽ വന്നത്. വ്യാഖ്യാനിക്കാൻ വേണ്ടി പലരെയും സമീപിച്ചിട്ടും അവർക്ക് ശരിയായില്ല. അപ്പോൾ പിന്നെ രാജാവിന് മദ്യം ഒഴിച്ചു കൊടുക്കുന്ന ആൾ പറഞ്ഞു, നല്ലൊരു വ്യാഖ്യാതാവ് ജയിലിലുണ്ട്, കാരണം ഇയാൾക്ക് മുമ്പ് ഒരു വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. യൂസുഫിനെ കൊണ്ടുവന്നപ്പോൾ അലൈഹിസ്സലാം പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ക്ഷേമത്തിന്റെ 7 വർഷം ഉണ്ടാവും. അത് കഴിഞ്ഞ് ക്ഷാമത്തിന്റെ 7 വർഷം ഉണ്ടാവും. ക്ഷേമത്തിന്റെ കാലത്ത് എമ്പാടും കൃഷി ചെയ്ത് ധാന്യങ്ങൾ ശേഖരിച്ചു വെക്കണം. അത് ക്ഷാമത്തിന്റെ കാലത്ത് റേഷനാക്കി വിതരണം ചെയ്ത് പരിഹരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പൊതുവെ പാവമായ ആ കാലത്തെ ഫിറഔന് അത് ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. അത് നിങ്ങൾ എന്നാലൊന്ന് ഏറ്റെടുക്കി എന്ന് പറഞ്ഞു. ആരോട്? അങ്ങനെ ഈജിപ്തിലെ കൈകാര്യകർത്തൃ സ്ഥാനം ആരേറ്റെടുത്തു? സയ്യിദ്ന യൂസുഫ്. അപ്പോഴേ എന്തുണ്ടായിന്നറിയോ? ഇസ്രായേലി സമൂഹത്തിലെ ആദ്യത്തെ ആള് വന്ന് ഇപ്പോൾ ഈജിപ്തിൽ രാജാവല്ലെങ്കിലും രാജസ്ഥാനത്ത് നിലകൊണ്ടു. പിന്നെ നാനാഭാഗത്തു നിന്നും ആളുകൾ റേഷൻ തേടി അവിടെ വന്നു. ആ കൂട്ടത്തിൽ സ്വന്തം ജേഷ്ഠന്മാർ വരെ വന്നു. പിന്നീട് അത് എല്ലാവർക്കും തിരിച്ചറിഞ്ഞത് ജേഷ്ഠന്മാരാണ്. അപ്പോൾ പിന്നെ ഈജിപ്ഷ്യർ തന്നെ നിർബന്ധിച്ചു, നിങ്ങൾ നിങ്ങളെ കുടുംബത്തെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഒരു ഉസ്താദ് നാട്ടിൽ വന്നു, കുറെ കാലം നിന്നു, നല്ല ഉസ്താദാണെന്ന് തോന്നി, ഇയാൾക്ക് വല്ലാതെ ഒന്നും പിഴക്കാൻ സാധ്യത ഇല്ല എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ കുറച്ച് ബുദ്ധിയും ബോധവും സ്നേഹമുള്ള മഹല്ലുകാരാണെങ്കിൽ ചെയ്യുക. അയാളെ കുടുംബത്തിന് അവിടെ ഒരു വീട് വെച്ചു കൊടുക്കും. കാരണം പിന്നെ ഇയാൾ ഇവിടുന്ന്
പോകരുത്. ഏതെങ്കിലും കാലത്ത് യൂസുഫ് നമ്മൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ കൂടി വേണ്ടി ആ കുടുംബത്തെ മൊത്തം നിർബന്ധിച്ചു. അങ്ങനെ നിർബന്ധ സാഹചര്യത്തിൽ അവർ ഈജിപ്തിലേക്ക് വന്നു. അന്ന് ഈജിപ്ഷ്യന്മാർ ആകെ ആഘോഷമുണ്ടാക്കി. കാരണം തങ്ങൾക്ക് പ്രധാനമായ സമൃദ്ധി കൊണ്ടുവന്ന ആളാണ് ആര്? ആ യൂസഫിന്റെ കുടുംബമാണ്. ഭയങ്കര ആഘോഷത്തോടുകൂടെ സ്വീകരിച്ചു. അങ്ങനെ ഇസ്രായേലി കുടുംബം വിരുന്നു വന്നു. എവിടെ? ഈജിപ്തിൽ. തദ്ദേശീയരുടെ പേരാണ് ഖിബ്തികൾ, വിരുന്നുകാരുടെ പേരാണ് എന്ത്? ബനു ഇസ്രായേൽ. ഇനിയാണ് കളി തുടങ്ങുന്നത്. അങ്ങനെ അങ്ങോട്ട് പോയി നല്ല ബഹുമാനത്തോടു കൂടി അവർ നിലനിന്നു. ആരുടെ കാലത്ത്? യൂസുഫ് നബിയുടെ കാലത്ത്. കാരണം കൈകാര്യകർത്താവ് ആരാണ്? അദ്ദേഹത്തിന്റെ കുടുംബമാണത്. അപ്പൊ എല്ലാവർക്കും ബഹുമാനമുണ്ട്. അക്കാലത്തെ ഫിറഔന്റെ കാലത്തും അവർക്ക് നല്ല ബഹുമാനത്തിൽ നിലനിന്നു. ഈ 12 കുടുംബം ഉണ്ടല്ലോ, അതായത് 11 അനുജൻ അല്ലേ, അവരുടെ കാലത്തും അത് ഏകദേശം നല്ല ബഹുമാനത്തിൽ തന്നെ. കാലാന്തരത്തിൽ അവരെല്ലാം മരിച്ചുപോയി. മരിച്ചു പോയപ്പോൾ പിന്നീട് ധനമന്ത്രി സ്ഥാനം ഇങ്ങനെ കൈകാര്യം ചെയ്യാവുന്ന ഒരാൾ ബനു ഇസ്രായേലിൽ ഉണ്ടായില്ല. രാജസ്ഥാനം പൂർണ്ണമായി ഫറോവയിലേക്ക് മടങ്ങി. ആ ഫിറഔന്മാരൊക്കെ രണശൂരന്മാരും പോക്കിരിമാരുമായിരുന്നു. അപ്പോൾ പിന്നെ ഈ ബഹുമാനത്തിന്റെ എല്ലാ ബേസും ബനു ഇസ്രായേലിന് നഷ്ടപ്പെട്ടു. അവരാകട്ടെ വല്യാപ്പകന് 12 കുട്ടികളാണ്. അവർ ദിവസം അങ്ങോട്ട് പെറ്റുപെരുകി ലക്ഷക്കണക്കിന് ജനതയായി. പക്ഷേ ഒരു ഇരിപ്പില്ല. ഇവിടെ നാട്ടുകാരല്ല. സ്വന്തം നാട്ടിലേക്ക് പോകാൻ ഇപ്പോൾ നിർവാഹവും ഇല്ല. അവിടെയുമില്ല, ഇവിടെയുമില്ല, ഒന്നുമില്ല. അങ്ങോട്ട് കുഴങ്ങിയപ്പോൾ തദ്ദേശീയർ എന്ത് ചെയ്തു? ആദ്യം ഇവരെ കൂലിക്കാരാക്കി, പിന്നെ അടിമകളാക്കി. അപ്പോൾ ബനി ഇസ്രായേൽ എന്ന യാക്കൂബ് നബിയുടെ പേരമക്കൾ മൊത്തം ഈജിപ്തിൽ അടിമകൾ. അങ്ങനെ അവരെ പേര് വിളിക്കുകയും ചെയ്തു. അടിമ എന്നാണ് അവരെ പേര് വിളിച്ചത്. എന്തുകൊണ്ട്? അവരുടെ ആദ്യത്തെ ആൾ ഈജിപ്തിൽ വന്നതും അടിമയായിട്ടാണ്. പിന്നീട് ഞങ്ങൾ ഔദാര്യം കൊണ്ട് നിങ്ങൾ പിടിച്ച് മന്ത്രിയാക്കിയതല്ലേ. നിങ്ങൾ അടിസ്ഥാനപരമായി ഈജിപ്തിൽ ആരായി വന്നവരാണ്? അടിമകള എന്ന് പറഞ്ഞ പിന്നെ അവർക്ക് വായുവില്ല, അടിമകളായി. കൂലിയില്ല, വീടില്ല. ചാട്ടവാർ കൊള്ളുമ്പോൾ ഉണരും, ചാട്ടവാർ നിൽക്കുമ്പോൾ ഉറങ്ങും. വീടില്ല. അവരുടെ പെണ്ണുങ്ങൾ ഖിബ്തികളുടെ വീട്ടിൽ വെപ്പാട്ടികളായി. വ്യഭിചാരത്തിനും തമ്മാടിത്തരത്തിനും വേണ്ടി പെൺകുട്ടികളെയും പെണ്ണുങ്ങളെയും ഖിബ്തികൾ ഉപയോഗപ്പെടുത്തി. അതിൽപ്പെട്ട ഒരു പെണ്ണാണ് ആസിയ ഫറോവയുടെ വെപ്പാട്ടിയായി ഫറോവ നിർബന്ധമായി സ്വീകരിച്ചതാണ്. ആസിയ ഖിബ്തി അല്ല. ആസിയ ഇസ്രായേലിയായ മുസാഹിമിന്റെ മകളാണ്. ഫിറഔന് ഇങ്ങനെ ഒരുപാട് വെപ്പാട്ടികൾ ഉണ്ടായിരുന്നു. ഫിറഔന് 100 കണക്കിന് ഭാര്യമാരുണ്ടായിരുന്നു. 50 ഫിറഔൻ റംസീസ് 2 അതാണ് മൂസ നബിയുടെ കാലഘട്ടത്തിലെ ഫിറഔൻ. അയാൾക്ക് 59 പെൺകുട്ടികളും 79 ആൺകുട്ടികളുമുണ്ട്. 100 കണക്കിന് ഭാര്യമാരുണ്ട്. എന്നാൽ തനിക്ക് പ്രാപിക്കാൻ കഴിയാത്ത തന്റെ വെപ്പാട്ടിയായിരുന്നു ആര്? ആസിയ. ഭയങ്കര കഥയാണിത്. ഇതാണ് ഖുർആന്റെ ബേസ്. ഇത് പഠിച്ചാലേ ഖുർആൻ പഠിക്കാൻ പറ്റൂ. ഇത് പഠിക്കൽ നിർബന്ധമാണ്. ഒന്നുകൂടി ഞാൻ പറയാം. ആണുങ്ങളെ മുഴുവനും ഇവർ ആദ്യം കൂലിക്കാരാക്കി, പിന്നെ അടിമകളാക്കി. അടിമകൾ എന്ന് പറഞ്ഞാൽ മര്യാദക്ക് ഭക്ഷണമില്ല, കൂലി ഏതായാലും ഇല്ല, വീടില്ല, ഒന്നുമില്ല. പെണ്ണുങ്ങൾ വെപ്പാട്ടികളായി. എല്ലാ ഖിബ്തികളും കയ്യൂക്കിനനുസരിച്ച് പെണ്ണുങ്ങളെ പിടിച്ച് വെപ്പാട്ടികളാക്കി. ഫറോവ അക്കാലത്തെ ഇസ്രായേലി പെൺകുട്ടികളിൽ ഏറ്റവും സുന്ദരിയാണ് ആര്? ആസിയയെ രാജാവിനെ വെപ്പാട്ടിയാക്കി. ആസിയയുടെ മഹത്വം കൊണ്ട് ഈ ആസിയയെ പ്രാപിക്കാൻ രാജാവിന് കഴിഞ്ഞില്ല. രാജാവ് തളരുമായിരുന്നു. 2 പെണ്ണുങ്ങൾ സ്വർഗത്തിൽ എൻ്റെ ഭാര്യമാരാണെന്ന് മുഹമ്മദ് നബി. ഒന്ന് അവിവാഹിതയാണ്, ഒന്ന് വിവാഹിതയായിട്ട് അവിവാഹിതയെ പോലെയാണ്. ഒന്ന് മറിയമാണ്, ഒന്ന് ആസിയാണ്. മറിയം അവിവാഹിതയാണ്, ആസിയ വിവാഹിതയായിട്ടും അവിവാഹിതയുടെ സ്ഥാനത്താണ്. എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അങ്ങോട്ട് ഭയങ്കര കഷ്ടപ്പെട്ടു. അപ്പോഴത്തിന് യൂസഫ് നബിയുടെ ശേഷം 400 കൊല്ലം കഴിഞ്ഞുപോയി. ലക്ഷക്കണക്കിന് അങ്ങോട്ടുണ്ടായി. ഖിബ്തികൾക്ക് ചില വിദ്യകൾ അറിയാമായിരുന്നു. ലോകത്താദ്യമായി ഇഷ്ടികകൾ ഉപയോഗിച്ചത്
ഖിബ്തികളാണ്. അതായത് ചൂള വെച്ചിട്ട് മണ്ണുണ്ടാക്കിയിട്ട് ചൂള വെച്ചിട്ട് വീടുണ്ടാക്കും. ആ സംവിധാനം ലോകത്തായി ആദ്യം കൊണ്ടുവന്നത് കോപ്റ്റിക്കുകളാണ്. ഇതിന് മുഴുവനും അവർ ഉപയോഗപ്പെടുത്തിയത് കൂലി കൊടുക്കാത്ത ഈ വർഗത്തെയാണ്. ആരെ? ബനു ഇസ്രായേലിനെ. ബനു ഇസ്രായേലും ഇവരും തമ്മിലാകട്ടെ ഭയങ്കര വിദ്വേഷമുണ്ട്. ഈ വിദ്വേഷത്തിന് വേറെയും കാരണമുണ്ട്. ഒന്ന്, ആ കാരണം ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിലും വലിയ ചിന്തിക്കാവുന്ന സാഹചര്യമാണ്. ഒരുപാട് കാര്യങ്ങളിൽ അവിടെ ഇവിടെയും സാമ്യമുണ്ട്. ഒന്ന്, ഖിബ്തികൾ പറയുന്നത് ഞങ്ങൾ ഈ നാട്ടുകാരാണ്, നിങ്ങൾ വിദേശികളാണ് എന്നാണ്. ആ ഒരു സ്വരം ഇന്ന് ഇന്ത്യയിലുണ്ട്. ഖിബ്തികൾ ബഹുദൈവ വിശ്വാസികളും മറ്റത് നുബുവത്തിന്റെ ഭാഗവുമാണ്. സ്റ്റേറ്റ് ഖിബ്തികളുടെ അഥവാ ബഹുദൈവ വിശ്വാസത്തിന്റെ കൂടെയാണ്. ബഹുദൈവ വിശ്വാസികളിൽ പ്രധാനപ്പെട്ട ദൈവം പശുവാണ്. എല്ലാം എടുത്തു നോക്കിയാൽ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യവുമായി ഈ ചരിത്രത്തിന് വലിയ ബന്ധവും സാമ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരുന്നോ അള്ളാഹു പരിഹാരമായി പറഞ്ഞത് അത് തന്നെയായിരിക്കും ഇവിടെയും പരിഹാരം. ഈ കഥ പഠിച്ചാൽ നമുക്കും പരിഹാരം മനസ്സിലാവും, ഉറപ്പ്. അതുകൊണ്ട് ഈ കഥ പഠിക്കുന്നത് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെ വിലപ്പെട്ടതാണ്. 1400 കൊല്ലം കൊണ്ട് അങ്ങോട്ടും ഉണ്ടായി. അവരാണ് പിരമിഡുകൾ ഉണ്ടാക്കിയത്. ലോകത്തെ 7 അത്ഭുതങ്ങളിൽ ഒന്നാണ് പിരമിഡ്. അതുണ്ടാക്കിയത് നുബുവത്തിന്റെ ജനതയായ ഇസ്രായേലി ജനതയാണ്. കൂലി വാങ്ങാതെ അടികൊണ്ട് ആ പിരമിഡുകൾ ഉണ്ടാക്കിയപ്പോൾ 10,000-കണക്കായ ഇസ്രായേലി സഹോദരന്മാർ മരിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ യാക്കൂബ് നബിയുടെ പേരമക്കളാണ്. ഈ പിരമിഡുകൾ ലോകാത്ഭുതമാണെങ്കിലും അതുണ്ടാക്കിയത് മുഴുവനും ആരാണ്? നമ്മുടെ നേതാവായ യാക്കൂബ് നബിയുടെ പേരമക്കളാണ്. പിരമിഡുകൾ ഉണ്ടാക്കി ചില ആളുകൾ പറയും അന്ന് തൊഴിലാളികളെ കഷ്ടപ്പെടുത്തി പണിയെടുപ്പിച്ചിരുന്നു എന്നൊക്കെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ പറയും. ഏതാണ് ഈ തൊഴിലാളി? ഈ തൊഴിലാളി ആരാ? കൂലി കൊടുക്കാത്ത തൊഴിലാളിയാ? ആര്? ഇവർ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും മതരാഹിത്യത്തിന് വേണ്ടിയാണ്. ഈ തൊഴിലാളികൾ ആരാണ്? നുബുവത്തിന്റെ ഭാഗമാണ്, ഏകദൈവ വിശ്വാസികൾ. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് വളർന്നു, ഇവരങ്ങോട്ട് കഷ്ടപ്പെട്ടു. എന്നാൽ ഇവർക്ക് പലർക്കും സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഖിബ്തികൾ അതിന് സമ്മതിച്ചില്ല. കാരണം പോയാൽ പിന്നെ ഇവരുടെ ഈ വേലത്തരങ്ങൾ നടക്കൂല. അതിനിടയിൽ പിന്നെയും പ്രശ്നമുണ്ടായി. അതിനിടയ്ക്ക് റംസീസ് ഒരു സ്വപ്നം കണ്ടു. അതോടുകൂടെ ഭാര്യമാരെ സമീപിക്കാൻ പോലും ഇവർക്ക് അർഹതയില്ലാതായി. ഇത് അള്ളാന്റെ കലാമ് പഠിക്കാനുള്ള ഒരു മാർഗമാണ്. അപ്പൊ അതിൻ്റെതായ മഹത്വം കൽപ്പിച്ചാല് എടോ ഇതൊക്കെ ഉണ്ടായിട്ടും അള്ളാന്റെ കലാമിനെ കുറിച്ചൊരു ബോധമല്ലെങ്കിൽ പിന്നെ എന്തിനാണ്? എന്താണ് ഈ ഒരു കിതാബ് പറഞ്ഞത്? എന്താണ് ഈ ഒരു ചരിത്രത്തിന്റെ അടിത്തറ? നിങ്ങൾ എന്താണിത് ചിന്തിക്കാത്തത്? ഭയങ്കര ചരിത്രമാണ്. ലോക ചരിത്രം ഇതാണ്. ലോക ചരിത്രം ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും ചരിത്രമാണ്. ലോക ചരിത്രം. അതിനപ്പുറം മാനവ നാഗരികതയ്ക്ക് ചരിത്രം എന്ന ഒന്ന് ഇല്ല. യൂറോപ്പിന് ചരിത്രം ഇല്ല. യൂറോപ്പിന് ചരിത്രമില്ല. ദുൽഖർനൈൻ പോലും യൂറോപ്പിൽ പോയില്ല. അദ്ദേഹം നബിയുമല്ല. അദ്ദേഹം സെൻട്രൽ ഏഷ്യയിൽ പോയി മടങ്ങുകയാണ് ചെയ്തത്. യൂറോപ്പിൽ യൗജൂജ് മൗജൂജ് എന്ന് പറഞ്ഞ് മടങ്ങി. യൂറോപ്പിന്റെ ചരിത്രം യൗജൂജ് മൗജൂജിന്റെ ചരിത്രമാണ്. യൂറോപ്പിന്റെ നഗര കവാടമാണ് തുർക്കി. പകുതി ഏഷ്യയിലും പകുതി യൂറോപ്യൻ കവാടത്തിലുമാണ്. ആ നാട്ടിൽ നിന്നാണ് ദജ്ജാൽ പുറപ്പെടുക. യൂറോപ്പിന് നാഗരിക ചരിത്രം ഇല്ല. അമേരിക്കക്ക് കൊളംബസിന് ശേഷമുള്ള ചരിത്രമാണ്. ആസ്ട്രേലിയ എന്ന് പറഞ്ഞത് ഒരു തരം സംസ്കാരമില്ലാത്ത ജനങ്ങളുടെ ഒരു തരം സങ്കര സമൂഹമാണത്. അന്റാർട്ടിക്കയിലോ നാഗരികമായ ഒരു മനുഷ്യ സ്പർശവും ഇല്ല. അതുകൊണ്ട് ലോക ചരിത്രം ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും ചരിത്രം 2 വർഗത്തിന്റെ ചരിത്രമാണ്. അറബികളുടെയും ഇസ്രായേലികളുടെയും. ലോക ചരിത്രം എന്ന് പറഞ്ഞ 2 ജനതയാണ്. ഒന്ന് അറബികളും ഒന്ന് ഉറപ്പ്. അതിനപ്പുറം ഇല്ല. ഇപ്പോൾ നമ്മൾ പറയുന്ന മണ്ണ്, നൈൽ നദി, ഇത് ചെങ്കടലിന് ഇവിടെ എത്തിയാൽ 2 ഉൾക്കടലുണ്ട്. ഇതിന് സൂയസ് ഉൾക്കടൽ എന്ന് പറയും, ഇതിന് അഖബ ഉൾക്കടൽ എന്നും പറയും. കാരണം ഇതെത്തുന്ന പട്ടണമാണ് സൂയസ്. ഈ സൂയസ് പട്ടണത്തിൽ നിന്ന്
ഇത് മെഡിറ്ററേനിയൻ സമുദ്രമാണ്. ആഫ്രിക്കയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന സമുദ്രമാണ്. ഈ സമുദ്രത്തിലേക്ക് സൂയസിൽ നിന്ന് 150 കിലോമീറ്റർ ഉണ്ട്. ആ 150 കിലോമീറ്ററാണ് 1865 മനുഷ്യർ കനാൽ വെട്ടിയ ഏത് സൂയസ് കനാൽ. ഇതാണ് മദിയന്, ഇത് ഈജിപ്ത്, ഇത് സൂയസ് ഉൾക്കടല്. ഇതിനാണ് സീനായി മരുഭൂമി എന്ന് പറയാം. ഇവിടെയാണ് 90% പ്രവാചകന്മാർക്ക് നുബുവത്ത് കിട്ടിയത്. ഇതാണ് മദിയന്, ഇതാണ് ഷാം, ഇതാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളുടെ മുഴുവനും മണ്ണ്. ഖുർആനിലേക്ക് പ്രവേശിക്കുമ്പോൾ നിർബന്ധമായും അറിയണം, അല്ലെങ്കിൽ പിന്നെ ദാലിക്കൽ കിതാബ്, ആ കിതാബ്, ഈ കിതാബ് എന്ന് പറഞ്ഞ നേരം കണ്ടിരും. ഖുർആനിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾക്ക് ഇത് അറിഞ്ഞേ മതിയാകും. ഇതാണ് ഖുർആനിന്റെ ചരിത്രം. ഖുർആനിൽ പറഞ്ഞിട്ടുള്ള 90% പ്രവാചകന്മാരും ഇവിടെയാണ്. ഈജിപ്ത്, ഇതാണ് എന്ത്, സീനായി മരുഭൂമി. സീനായി മരുഭൂമിയിലെ പ്രധാനപ്പെട്ട പർവ്വതമാണ് ജബലുത്തൂർ. ജബലുത്തൂർ, അതിന് മുകളിൽ ജബലുത്തൂറിന് ജബൽ മൂസ എന്നും പേരുണ്ട്. അതിന്റെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് സമുദ്രനിരപ്പിൽ നിന്ന് 7359 അടി ഉയരമുണ്ട്. ഇവിടെ ഒരു പർവ്വതമുണ്ട് ജബലുത്തൂർ. സമുദ്രനിരപ്പിൽ നിന്ന് 7359 അടി ഉയരമുണ്ട്. ആ പർവ്വതത്തിന്റെ ഉച്ചിയിലേക്ക്, അവിടെയാണ് വൈദ വാഇദന മൂസ 40 ലൈല, മൂസ 40 ദിവസം തപസ്സിരുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 7359 അടി ഉയരത്തിൽ അവിടെ വെച്ചാണ് മൂസാക്ക് തൗറാത്ത് കിട്ടിയത്. ആ പർവ്വതത്തിന് തന്നെ ജബൽ തൂർ എന്നും ജബൽ മൂസ എന്നും പേരുണ്ട്. ആ പർവ്വതത്തിന്റെ പ്രത്യേകത, ആ പർവ്വതത്തിലേക്ക് ദജ്ജാൽ ചവിട്ടൂല. ദജ്ജാൽ ചവിട്ടൂല. ദജ്ജാൽ വരാത്ത മണ്ണ് ഒന്ന് മക്ക, ഒന്ന് മദീന, ഒന്ന് ഫലസ്തീനിലെ മുഖദ്ദസ്, ഒന്ന് തൂർ പർവ്വതം. തൂർ പർവ്വതത്തിലേക്കാണ് അള്ളാഹു തന്റെ വെളിച്ചം അയച്ചത്. ഫഖറ മൂസ സഇഖ, മൂസ ബോധം കെട്ട് വീണത്. ഇതൊക്കെയാണ് ലോക ചരിത്രം, ഇതൊക്കെയാണ് ഖുർആന്റെയും ചരിത്രം. അതുകൊണ്ട് ഇത് പഠിച്ചേ മതിയാവും. ഇത് പഠിക്കാത്ത ഒരാൾക്ക് ഖുർആൻ പഠിക്കാൻ കഴിയൂല. വെറുതെ നമ്മളതിന് മെനക്കെടുന്നതിനാ. ഖുർആൻ എന്നാൽ ചരിത്രത്തെ എങ്ങനെ അത്ഭുതപ്പെടുത്തിയ ഗ്രന്ഥാണ്. എന്ത് പറഞ്ഞാലും ഉടനെ ചരിത്രം പറയും. അത് എന്തിന്റെ ഇടയിൽ പറയും? അതങ്ങനെ തന്നെയല്ലേ, എവിടെ പറഞ്ഞാലും ചരിത്രം പറയും. ശംസി വൽളുഹാഹ വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ഇദാ യഗ്ശാഹ വസ്സമാഇ വമാ ബനാഹ വൽഅർളി വമാ തുഹാഹ വനഫ്സി വമാ സവാഹ فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. മനുഷ്യന് ഹൃദയം നന്നാകേണ്ട വിഷയമാണ് ഈ പറഞ്ഞത്. ഉടനെ ചാടി كذبت ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها. ചരിത്രത്തിലേക്ക് ചാടി. എവിടെ പറഞ്ഞാലും ചരിത്രത്തിലേക്ക് ചാടും. എത്ര തവണയാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഇബ്ലീസിന്റെയും കഥ പറഞ്ഞത്? അൽ ബഖറയില്, അൽ ഇംറാനില്, നിസായില്, അന്നാമില്, മായിദയില്, അറാഫില്, എല്ലാത്തിലും സവിസ്തരം പറഞ്ഞു. സൂറത്തുൽ ഇസ്രായില് അത് കഴിഞ്ഞാൽ പിന്നെ പറയില്ല എന്ന് വിചാരിച്ചത്, ഉടനെ പറഞ്ഞു അൽ കഹ്ഫില്. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس كان من الجن ففسق عن أمر ربه أفتتخذونه وذريته أولياء وهم لكم عدو بئس للظالمين بدلا. പിന്നെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു മറിയം, അവിടെയും പറഞ്ഞു, ത്വാഹയും പറഞ്ഞു. ഇത് പറയാത്ത സ്ഥലേതാ? അപ്പൊ എന്തൊരു പ്രശ്നം ഉണ്ടായാലും ഉടനെ എന്ത് പറയും? ചരിത്രം പറയും. അപ്പൊ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഗൗരവമായ ചരിത്രത്തിന്റെ ഒരു വേദഗ്രന്ഥമാണ്. ആ ചരിത്രം പഠിക്കാതെ ഖുർആൻ പഠിക്കാൻ കഴിയില്ല. ഖുർആൻ എന്ന് പറയുന്നത് ഐതിഹ്യമല്ല, ലോകത്തെ ചൂടുള്ള ഒരു ചരിത്രത്തിന്റെ ഓർമ്മകൾ കൊണ്ട് ഒരു ഉമ്മത്തിനെ, മാനവ സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കാണ്. അതുകൊണ്ട് ആ ചരിത്രം പഠിച്ചേ പറ്റൂ. ഞാൻ നീട്ടുന്നില്ല, അടുത്ത ക്ലാസ്സിൽ ബാക്കി പറയാം.